നമ്മളൊരു പ്രൊഫസർ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത്. സോ അവരുടെ ഒരു ടോപ്പിക് തരും, അവർ വർക്ക് ചെയ്യുന്ന ഏരിയയുമായിട്ട് ക്ലോസർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഏരിയ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ട് നമ്മളോട് സെലക്ട് ചെയ്യാൻ പറയും. എന്നിട്ട് നമ്മൾ അതിനെക്കുറിച്ച് സ്വയം വായിക്കുക, പഠിക്കുക. നമുക്ക് എന്തെങ്കിലും അതിൽ അഡ്വാൻസസ് ഉണ്ടാക്കാൻ പറ്റിയാൽ വളരെ നല്ലത്. ഈ ഒരു രൂപത്തിലാണ് യൂഷ്വലി ഉണ്ടാവാറ്. സോ ഷമീം സാറിനെ ഞാൻ ഈ ഒരു മീറ്റിംഗിലോട്ട് സ്വാഗതം ചെയ്യുന്നു. സോ ഷമീം സാറ് NIT-യിൽ MTech ചെയ്തതിന് ശേഷം പ്ലേസ്മെന്റ്സ് ത്രൂ ആകാശ് ബൈജൂസിൽ ജോയിൻ ചെയ്ത ആളാണ്. സോ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, IITസിലെ മാസ്റ്റേഴ്സിന് ശേഷം നമ്മൾ മാത്സ് സ്റ്റുഡൻസ് യൂഷ്വലി പ്ലേസ്മെന്റ്സിന് ഇരിക്കുകയാണെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് ജോബ് വരാറുള്ളത് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലാണ്. മെയിൻലി JEE കോച്ചിങ് ഫീൽഡിലാണ് വരാറുള്ളത്. സോ ആ ഒരു റൂട്ടിൽ സ്റ്റാർട്ട് ചെയ്ത് ആസ് എ ടീച്ചർ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ആകാശിന്റെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. സോ സാറിന്റെ ജേർണിയെ കുറിച്ചും ലൈക്ക് ആസ് എ ടീച്ചർ മുന്നോട്ട് പോകാൻ എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് വേണ്ടത്, അങ്ങനെ ആ ഒരു കരിയർ പാത്തിനെ കുറിച്ച് അതിന്റെ എല്ലാ കാര്യങ്ങളും സാർ നമുക്ക് പറഞ്ഞു തരും. വെൽക്കം ഷമീം. Okay, thank you, Rahim. So, voice clear അല്ലേ? അതെ. Okay. So, basically, my name is Shamim. So, ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ആകാശ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അസിസ്റ്റന്റ് ഡയറക്ടർ, വൺ ഓഫ് ദ ബ്രാഞ്ച് ഇൻ ബാംഗ്ലൂർ. അതിൻ്റെ മൊത്തം ഇൻചാർജ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊന്ന് തിരുത്താൻ ഉദ്ദേശിക്കുകയാണ്. ഇപ്പോൾ ആകാശ് ഇൻസ്റ്റിറ്റ്യൂട്ട് ബൈജൂസ് 2021 അക്വേർഡ് ചെയ്തിരുന്നു മേജർ സ്റ്റേക്ക് ഹോൾഡ്. ഇപ്പോൾ ആ സ്റ്റേക്ക് ഹോൾഡ് മണിപ്പാൽ യൂണിവേഴ്സിറ്റിയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ കമ്പനി രണ്ടായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ആകാശ് ഇസ് കംപ്ലീറ്റ്ലി ലെഫ്റ്റ് ഫ്രം ബൈജൂസ്. ഓക്കെ, ഞാനൊന്ന് ക്ലിയർ ആക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, സോ ബേസിക്കലി ആക്ച്വലി ഞാനൊരു എഞ്ചിനീയറിംഗ് ഫീൽഡിൽ നിന്നാണ്. സോ ഐ തിങ്ക് എവരി വൺ ഹിയർ ഈസ് ഫ്രം BSc ആൻഡ് MSc ബാക്ക്ഗ്രൗണ്ട്, റൈറ്റ്? യാ. സോ ഞാൻ എൻ്റെ ഒരു ജേർണിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം, ജസ്റ്റ് ഷെയർ ചെയ്യാം. എന്നിട്ട് ഞാൻ ഇതിൻ്റെ ഈ ഒരു കോച്ചിങ് ഇൻഡസ്ട്രീനെ കുറിച്ചിട്ട് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. അറൌണ്ട് 10 to 15 minutes. ദാറ്റ്സ് ഐ പ്ലാൻഡ്. ഓക്കെ, സോ ബേസിക്കലി ഞാൻ BTech CET ട്രിവാൻഡ്രം, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം BTech കഴിഞ്ഞു. അതിനുശേഷം MTech NIT റൗർക്കല കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷമാണ് ഞാൻ ആകാശിൽ ഫാക്കൽറ്റി ആയിട്ട് ജോയിൻ ചെയ്തത് 2021. ഓക്കെ, സോ കോച്ചിങ് ഇൻഡസ്ട്രി ഞാൻ പറയുകയാണെങ്കിൽ ദർ ആർ മെനി ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആർ ദർ. Rahim already spoke that different coaching institute like I can say Akash, Alan, Pichi, or Narayana, Vedantu, like that many are there. Okay, so I just prepared one slide which I will present. I think it's visible, right? Yeah. Okay, so ഇത് ടോട്ടലി ഒരു how it will be the field ആൻഡ് എന്തൊക്കെയാണ് കരിയർ ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാത്തമാറ്റിക്സ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരാൾക്ക് ഉണ്ടാവുക, പിന്നെ എങ്ങനെയാണ് ഇതിലെ എൻട്രൻസ് അല്ലെങ്കിൽ ഇതിലെ എൻട്രി, പിന്നെ സാലറി പെർസ്പെക്റ്റീവ്, അതുപോലെ തന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ്. ഓൾമോസ്റ്റ് വിൽ ഗോയിങ് ടു ബി ഡിസ്കസ് ദീസ് ഏരിയ. സോ ഫസ്റ്റ് ഓഫ് ഓൾ കോച്ചിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഇപ്പോൾ നിങ്ങളിപ്പം ജാമിനോ അല്ലെങ്കിൽ നെറ്റിനോ ചിലപ്പോൾ കോച്ചിങ് ചെയ്യുന്നവരായിരിക്കും. So mostly student satisfaction. That means നമ്മളൊരു സ്റ്റുഡൻറ്റിൻ്റെ ലൈഫിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട്, ദാറ്റ് ആക്ച്വലി മേക്ക് us to continue this profession. So because ഇവിടെ നമ്മൾ ചെയ്യുന്നത് ടീച്ചിങ് ആണ്. ടീച്ചിങ് വാല്യുബിൾ ആവുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമ്മൾ ടീച്ച് ചെയ്യുന്ന സ്റ്റുഡൻറ്റ് ഒരു ഡെസ്റ്റിനിയിൽ എത്തുന്ന സമയത്താണ് ആ ടീച്ചിങ് വാല്യൂഡ് ആവുന്നത്. അപ്പോൾ ഞാനിവിടെ ഇറ്റ്സ് എ ഡിഫറൻസ് പ്രൊഫഷൻ, ഐ ക്യാൻ സേ നോബൽ പ്രൊഫഷൻ. ടീച്ചിങ് വിൽ സേ ദാറ്റ് നോബൽ പ്രൊഫഷൻ. സോ ദാറ്റ് ഈസ് എ മേക്കിംഗ് ഡിഫറൻസ് ദിസ് കരിയർ. പിന്നെ പേഴ്സണൽ ആയിട്ടുള്ള ഗ്രോത്ത് നമുക്കുണ്ടാവും, കമ്മ്യൂണിക്കേഷൻ, ചില സമയത്ത് നമുക്ക് സെമിനാറുകളിൽ പങ്കെടുക്കാൻ, അതുപോലെ തന്നെ സ്കൂൾ, ഇഫ് ഐ എം ടോക്കിംഗ് അബൌട്ട് കോച്ചിങ് ലൈക്ക് പെർട്ടിക്കുലർലി 12th കംപ്ലീറ്റഡ് ഫീൽഡിലാണെങ്കിൽ, അല്ലെങ്കിൽ IIT JEE NEET ഫീൽഡിലാണെങ്കിൽ സ്കൂളുമായിട്ടുള്ള സ്കൂളുകളിൽ സെമിനാർ നടത്താനുള്ള അവസരങ്ങൾ. സോ ഒരുപാട് നമുക്ക് ഇൻഫർമേഷൻസും അതുപോലെ തന്നെ സ്റ്റുഡൻസിനെ കരിയറായിട്ട് ബന്ധിപ്പിക്കാനും കഴിയുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ടാവും. അതുപോലെ തന്നെ റിവാർഡിങ് കരിയർ, എനിക്ക് തോന്നുന്നത് വളരെ ഷോർട്ട് ടേമിൽ നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് കോച്ചിങ്. മേ ബി 1 or 2 years you are teaching to somebody and they are getting the destiny. So of course ആ റിസൾട്ട് വളരെ ഷോർട്ട് ടേം ആണ്. അപ്പോൾ നിങ്ങൾ വേറെ ഏത് ഫീൽഡിൽ പോയാലും, ഇഫ് ഒരു IT സെക്ടറിൽ പോവുക അല്ലെങ്കിൽ റിസർച്ചിൽ പോവുക,
ഒരുപാട് പേര് റിസർച്ചിനെ കുറിച്ച് സംസാരിച്ചു. ഇതിന്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഒരു ലോങ് ടേം കഴിഞ്ഞ ശേഷമുള്ള റിസൾട്ടാണ്. ബട്ട് കോച്ചിങ് ഫീൽഡ് അല്ലെങ്കിൽ ടീച്ചിങ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ, എസ്പെഷ്യലി കോച്ചിങ് ഫീൽഡ്, നോട്ട് ടീച്ചിങ് ഫീൽഡ്, ടീച്ചിങ്ങിൽ തന്നെ കോച്ചിങ് സ്പെസിഫിക്കലി ഞാൻ പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ ഷോർട്ട് ടേം കോഴ്സ്. അപ്പോൾ ഷോർട്ട് ടേമിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് കാണാൻ പറ്റുന്ന ഒരു ഫീൽഡാണ്. നൗ കരിയർ ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മൾ ടീച്ചിങ്ങിൽ പറയുകയാണെങ്കിൽ IIT JEE കോച്ചിങ് very highly demanded for max faculty, very highly demanded, because ഒരു IIT JEE advanced max faculty നെ ഹയർ ചെയ്യണമെങ്കിൽ it is very quite difficult. ആൻഡ് മാത്തമാറ്റിക്സ് ട്യൂട്ടർ ആയിട്ട് ഓൺലൈൻ ട്യൂട്ടറിങ് ആയിട്ട് ജോലി ചെയ്യാം. അതുപോലെ തന്നെ അക്കാഡമിക് ഇൻസ്ട്രക്ടർ ഇൻ ദ സ്കൂൾസ് ആൻഡ് കോളേജസ്. ആ ഏരിയയാണ് നമ്മുടെ റിസർച്ച് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആളുകൾ പറഞ്ഞത്. അപ്പൊ ഞാൻ ഇതിൽ കൂടുതൽ സംസാരിക്കാൻ പോകുന്നത് IIT JEE കോച്ചിങ് ഏരിയനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ നമ്മൾ കോച്ചിങ് ഇൻഡസ്ട്രിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഇപ്പോൾ ഇന്ത്യയിലെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടായ IIT-കളിലും NIT-കളിലൊക്കെ റിക്രൂട്ട്മെന്റിന് വരുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ആകാശ്, ഫിഡ്ജി, അലൻ, റെസണൻസ്, നാരായണ, ചൈതന്യ. ചില ബ്രാൻഡുകൾ ചിലപ്പോൾ നമ്മൾ കേരളത്തിൽ സുപരിചിതമാവണമെന്നില്ല. ബട്ട് ദീസ് ആർ ദ നാഷണൽ ബ്രാൻഡ്സ് വേർ റണ്ണിങ് മോസ്റ്റ് ഓഫ് ദി ഐ ക്യാൻ സേ മോസ്റ്റ് ഓഫ് ദി സ്റ്റേറ്റ്സ് ഐ ക്യാൻ സേ ഹോൾഡേഴ്സ് ഓഫ് ദ എഡ്യൂക്കേഷൻ സെക്ടർ. പിന്നെ ഒരുപാട് ഗ്രോയിങ് സ്റ്റാർട്ടപ്സുകളുണ്ട്. അതുപോലെ തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുണ്ട്. എഡ്യൂടെക് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ നമ്മൾ പൊതുവെ പറയുന്നത് എഡ്യൂടെക്കുകളാണ്. അതിലാണ് ബൈജൂസ്, വേദാന്തു, അൺഅക്കാഡമി സെന്റേഴ്സ്. ഇപ്പോൾ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളടക്കം ഇപ്പോൾ ഓഫ്ലൈൻ സെന്റേഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തു. കോവിഡിന്റെ ഒരു സമയത്തായിരുന്നു ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഒരുപാട് ഡെവലപ്പ് ചെയ്തത്, അല്ലെങ്കിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് നടന്നത്. ഈവൻ ബൈജൂസിൽ അടക്കം നിങ്ങൾക്കറിയാം ഫേസ്ബുക്ക് ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ വലിയ കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ സംഹൗ ദേ ആർ നോട്ട് ഏബിൾ ടു സസ്റ്റെയിൻ ഫോർ എ ലോങ് പീരിയഡ് ഓഫ് ടൈം ബിക്കോസ് ഓഫ് സം XYZ റീസൺ. But still online platform is valid, and ഒരുപാട് ചാൻസ് ഉണ്ട് because now artificial intelligence also incorporated in education field. So there is a lot of investment also happening in AI also in coaching field. Even Akash also investing around 2000 crores in AI for the teaching of IIT JEE and NEET. അപ്പോൾ ഇതൊക്കെ ഡിഫറെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സുകളാണ്. അതിൻ്റെ ഡിഫറെൻറ്റ് ലെവലുകളിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഓൺലൈൻ പ്ലാറ്റ്ഫോം, അതുപോലെ തന്നെ ഓഫ്ലൈൻ സെൻറ്റേഴ്സ്. സാലറി എക്സ്പെക്ടേഷൻ ഞാൻ പറയുകയാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഡീസൻറ്റ് സാലറി കിട്ടുന്ന ഒരു ഇൻഡസ്ട്രിയാണ് കോച്ചിങ് ഇൻഡസ്ട്രി. മേ ബി 8 to 10 lakh per annum ഇറ്റ് വിൽ സ്റ്റാർട്ട്. അപ്പോൾ നിങ്ങൾക്കൊരു 4-5 years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ 18 to 24, ആൻഡ് ഇഫ് സപ്പോസ് അറ്റ് 5-6 years ഓഫ് എക്സ്പീരിയൻസ്, നല്ല ട്രാക്ക് റെക്കോർഡുള്ള അധ്യാപകരാണെങ്കിൽ ഇറ്റ് മേ ഗോ ടു 40 lakh to 1 CR plus ഓൾസോ. സോ ഇൻഡസ്ട്രി ഈസ് ലൈക്ക് ദാറ്റ്. നിങ്ങളുടെ സബ്ജക്ട് നോളേജ്, നിങ്ങളുടെ പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, അതുപോലെ തന്നെ ട്രാക്ക് റെക്കോർഡ്, ഇതൊക്കെയാണ് നിങ്ങളുടെ സാലറീനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഇനി ഇതിൻ്റെ പ്രോസ് എനിക്ക് പറയാനുള്ളത്, ഞാൻ പറഞ്ഞു കരിയർ ടീച്ചിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി എ ഡിഫറെൻറ്റ് കരിയർ. സോ മേക്കിംഗ് ഡിഫറൻസ് വിത്ത് അതർ കരിയർ ഓപ്പർച്യൂണിറ്റി. പിന്നെ ഇന്റലക്ച്വൽ സ്റ്റിമുലേഷൻ, ബിക്കോസ് ഐ ഹോപ്പ് JEE അഡ്വാൻസ്ഡ് പേപ്പർ ചിലപ്പോൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും. ഈവൻ MSc ഓർ BSc സ്റ്റുഡൻറ്റ് ഓൾസോ ആണെങ്കിൽ തന്നെ JEE അഡ്വാൻസ്ഡ് പേപ്പർ സ്റ്റിൽ ഇറ്റ് ഇസ് ടഫ്, മാത്തമാറ്റിക്സ് പാർട്ട്, ഈവൻ JEE മെയിൻ ഓൾസോ. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഇപ്പോൾ JEE മെയിൻ എന്ന് പറയുന്നത് നമ്മൾ 12th കഴിഞ്ഞ കുട്ടികൾ NIT ജോയിൻ ചെയ്യാൻ വേണ്ടി എഴുതുന്ന പരീക്ഷയാണ് JEE മെയിൻ. ഇപ്പോൾ ഒരു കുട്ടി 0 മാർക്കാണ് മാത്തമാറ്റിക്സിൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ പെർസെൻറ്റേജ് 40% ആയിരിക്കും ഇന്ത്യയിൽ. സോ 0 മാർക്ക് ഒരു കുട്ടി മാത്തമാറ്റിക്സിൽ വാങ്ങിക്കഴിഞ്ഞാൽ 40%. അതിൻ്റെ അർത്ഥം ഒരുപാട് സ്റ്റുഡൻസ് ലെസ് ദാൻ 0 ആയിരിക്കും അവരുടെ സ്കോർ. ഈവൻ മേ ബി ഒരു സ്റ്റുഡൻറ്റ് 100 മാർക്കിൽ ഒരു 40-50 മാർക്ക് വാങ്ങുകയാണെങ്കിൽ നല്ല പെർസെൻറ്റേജ് ആയിരിക്കും ആ കുട്ടിക്ക് കിട്ടുക. മേ ബി 95% എബവ് ആയിരിക്കും ആ കുട്ടിക്ക് മാത്തമാറ്റിക്സിലെ സ്കോർ. പെർസെൻറ്റേജ് എന്ന് പറയുമ്പം ടോപ്പറിനെ കമ്പയർ ചെയ്തിട്ട്. ഇപ്പോൾ ടോപ്പർ 100 മാർക്കിൽ ടോപ്പറിന് 80 മാർക്കാണെങ്കിൽ നമ്മൾ പറയാം ആ 80 കിട്ടിയ സ്റ്റുഡൻറ്റിന് 100% സ്കോർ എന്നാണ്. അതിനെ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതാണ് ഇതിൻ്റെ ഒരു കോമ്പറ്റീഷൻ, എസ്പെഷ്യലി മാത്തമാറ്റിക്സ്. പിന്നെ ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വൺ കൈൻഡ് ഓഫ് പ്രഷർ, ബിക്കോസ് കമ്പനികൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് റിസൾട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം. സോ ദാറ്റ് കൈൻഡ് ഓഫ് എ പ്രഷർ, ബട്ട് ഇറ്റ്സ് നോട്ട് ലൈക്ക് IT സ്ട്രെസ്.
നമ്മൾ വർക്ക് ചെയ്യുന്ന ടൈം മാത്രം അവിടെ വർക്ക് ചെയ്താൽ മതി. അത് കഴിഞ്ഞാൽ നമുക്ക് പോരാം. ബിക്കോസ് നമ്മുടെ കസ്റ്റമർ അല്ലെങ്കിൽ നമ്മുടെ ഓഡിയൻസ് എന്ന് പറയുന്നത് സ്റ്റുഡൻ്റ് ആണ്. സ്റ്റുഡൻ്റ് അവൈലബിൾ ആകുമ്പോഴാണ് ടീച്ചർ ആവശ്യമുള്ളൂ. സ്റ്റുഡൻ്റ് ഇല്ലെങ്കിൽ ടീച്ചർ ആവശ്യമില്ല. ദിസ് ഇസ് സോ ദാറ്റ് ഈസ് ആക്ച്വലി അഡ്വാൻറ്റേജ് ഓൾസോ. ലിമിറ്റഡ് വർക്കിംഗ് ഹവർ. നിങ്ങൾ എത്ര സാലറിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാലും മേ ബി നിങ്ങൾ 50 ലാക്ക് 60 ലാക്ക് ഓർ എനി പാക്കേജിന് വർക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളുടെ വർക്കിംഗ് ടൈം എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. ആ വർക്കിംഗ് ടൈമിൽ മാത്രമേ നിങ്ങൾക്ക് വർക്ക് ഉണ്ടാവും. കാരണം ആ സമയത്താണ് നമ്മൾ സ്റ്റുഡൻറ് ഉണ്ടാവുള്ളൂ. സിമ്പിൾ. പിന്നെ കോമ്പറ്റേറ്റീവ് എൻവിറോൺമെന്റ് ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഈവൺ ഇഫ് ഇപ്പം നമുക്കൊരു 10 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പം നമ്മൾ വർക്ക് ചെയ്യുന്നത് ഒരു ഹൈ സാലറിയിൽ വർക്ക് ചെയ്യാണ്. പക്ഷെ മേ ബി എ ന്യൂ ജനറേഷൻ സ്റ്റുഡൻറ് ഇസ് കമ്മിങ് വിത്ത് ഹൈ പൊട്ടൻഷ്യൽ. നന്നായിട്ട് പ്രോബ്ലം സോൾവിങ് സ്കില്ലുള്ള ഒരു സ്റ്റുഡൻറ് വന്നു കഴിഞ്ഞാൽ, നന്നായി ടീച്ചിങ് സ്കില്ലുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ മേ ബി 3 ഇയർ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ 10 ഇയർ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ റീപ്ലേസ് ചെയ്യാം. സോ ദാറ്റ് ഈസ് ആക്ച്വലി എ ഡിസഡ്വാൻറ്റേജ്. ഉദാഹരണത്തിന് നിങ്ങൾ ഏത് ഇൻഡസ്ട്രി ഫീൽഡ് എടുത്താലും, ഇപ്പോൾ റിസർച്ച് ഫീൽഡ് എടുത്താലും, അല്ലെങ്കിൽ IT സെക്ടർ എടുത്തു കഴിഞ്ഞാലും, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സെക്ടറിലെ ജോലികൾ എടുത്തു കഴിഞ്ഞാലും 10 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് കനോട്ട് ബി റീപ്ലേസ്ഡ് ബൈ 2 ഇയർ എക്സ്പീരിയൻസ് പേഴ്സൺ. പക്ഷേ ഈ ഫീൽഡിൽ 10 ഇയർ എക്സ്പീരിയൻസ് ഉള്ള ആളെ 3 ഇയർ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് റീപ്ലേസ് ചെയ്യാൻ കഴിയും. ഇഫ് ഹീസ് മച്ച് മോർ വെരി ഫാസ്റ്റ് ഇൻ ദ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ആൻഡ് ഓൾ. സോ അതാണ് ഇതിന്റെ ഏറ്റവും ഒരു കോൺസ് ആയിട്ട് പറയാനുള്ളത്. ബട്ട് ഇറ്റ് ഈസ് ആക്ച്വലി അഡ്വാൻറ്റേജ് ഫോർ എ ന്യൂ ബിഗിനർ ഓൾസോ. ഓക്കെ. സോ സ്പെഷ്യലൈസേഷൻ നമുക്ക് പർട്ടിക്കുലർ ഏരിയകളിൽ സ്പെഷ്യലൈസ് ചെയ്യുക അഡ്വാൻസ് ലെവലിൽ. പിന്നെ ലീഡർഷിപ്പ് റോൾ ഉണ്ട്. ലീഡർഷിപ്പ് റോൾ എന്ന് പറയുമ്പോൾ സെയിം, ഐ ജസ്റ്റ് സ്റ്റാർട്ടഡ് ആസ് എ ഫാക്കൽറ്റി ഫസ്റ്റ്, then move to academic head, now as an assistant director. So that means leadership role നമുക്ക് പല പല റോളുകളായിട്ട് ചേഞ്ച് ചെയ്യാൻ കഴിയും. ഇനി നമുക്ക് ഫ്യൂച്ചറിൽ സ്റ്റേറ്റ് ലെവലിലുള്ള റോളുകൾ ഉണ്ടാവും. അത് കഴിഞ്ഞ് റീജിയണൽ ലെവൽ, സോ സൗത്ത് സോൺ, നോർത്ത് സോൺ, വെസ്റ്റ് സോൺ, ഈസ്റ്റ് സോൺ, ലൈക്ക് ദാറ്റ് സോണൽ ലെവലിലുള്ള ലീഡർഷിപ്പ് റോളുകൾ ഉണ്ടാവും. സോ അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ റീസെന്റ് IM എന്നൊരു കോഴ്സ് കഴിഞ്ഞു, ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം കഴിഞ്ഞത്. ഇറ്റ്സ് റിലേറ്റഡ് ടു ലീഡർഷിപ്പ് റോൾ. അപ്പൊ അങ്ങനെ ഒരു സാധ്യത കൂടിയുണ്ട്. പിന്നെ കരിക്കുലം ഡെവലപ്മെന്റ്, ഒരുപാട് പബ്ലിക്കേഷൻസ് അറിയുന്നുണ്ടാവും. അപ്പോൾ ഞാൻ പ്രീവിയസ്ലി MC ഗ്രോഹൽ, അതുപോലെ തന്നെ അഗർവാൾ പബ്ലിക്കേഷൻ, നോർത്ത് സൈഡിലുള്ള MC ഗ്രോഹൽ, ഐ തിങ്ക് എവരി വൺ മേ ബി നോസ്, അതിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടന്റ് ഡെവലപ്മെന്റ് ആയിട്ട്. അപ്പൊ അങ്ങനെയും ഓപ്പർച്യൂണിറ്റി നമുക്ക് ഈ ഫീൽഡിലുണ്ട്. ഈവൺ ഇഫ് യു ആർ സ്റ്റഡിങ് MSc ഓർ BSc, യു ക്യാൻ ട്രൈ ഫോർ ദാറ്റ് വൺ. കണ്ടന്റ് ഡെവലപ്മെന്റ് റോൾസിൽ പാർട്ട് ടൈം ഫ്രീലാൻസിലായിട്ടൊക്കെ നല്ല കമ്പനികൾ തന്നെ ഹയർ ചെയ്യാറുണ്ട്. പിന്നെ ഫൈനലി ഞാൻ പറയുന്നത്, കോച്ചിങ് ഈസ് റിവാർഡിങ്, എസ്പെഷ്യലി മാത്തമാറ്റിക്സ്. ഞാൻ പറയുകയാണെങ്കിൽ 11th and 12th സ്റ്റുഡൻറ്റിന് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് ഓൾസോ. സോ അതിൽ കൂടുതൽ ഇമ്പാക്ട് ചെയ്യാൻ കഴിയുന്ന ആളുകൾക്ക് ഈ ഒരു ഫീൽഡ് തിരഞ്ഞെടുക്കാം. പിന്നെ ഓപ്പർച്യൂണിറ്റി പലതാണ്. കോച്ചിങ് റോൾസിൽ ടീച്ചിങ് റോളുകളുണ്ട്, ലീഡർഷിപ്പ് റോളുണ്ട്, അല്ലെങ്കിൽ കണ്ടന്റ് റിലേറ്റഡ് തിങ്സ് ഉണ്ട്. വേണമെങ്കിൽ ഓൺലൈൻ ടീച്ചിങ് ഫീൽഡിലോട്ട് മാറാം. ആൻഡ് ലാസ്റ്റ്, ഗ്രോത്ത് ഇസ് പോസിബിൾ. നമുക്ക് നമ്മുടെ തന്നെ ഡെവലപ്പ് ചെയ്യാനും അതുപോലെ തന്നെ പുതിയ കരിയർ റോളിലേക്ക് മാറാനും സാധിക്കുന്ന ഒരു ഫീൽഡാണ്. സോ ഐ തിങ്ക് ദീസ് ആർ ദ തിങ്സ് വിച്ച് ഐ നീഡ് ടു ഡിസ്കസ്. സോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാം. ആർക്കെങ്കിലും ചാറ്റിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്തിട്ട് വെക്കാം. ഓക്കെ, ദാറ്റ് വാസ് എ സൂപ്പർ പ്രസന്റേഷൻ. ഒരു കോച്ചിങ് ഫീൽഡിൽ വളരെ എന്തൂസിയസ്റ്റിക് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. സോ ലൈക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് ഈ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഐ ഡോണ്ട് നോ വാട്ട് എവർ ഇറ്റ് ഈസ്, അത്രയും സമയം നല്ല അടിപൊളിയായിട്ട് കേട്ടിരിക്കാൻ, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കേട്ടിരിക്കാൻ തോന്നി. എസ്പെഷ്യലി ആ ഒരു മേ ബി ഷമീം സാറിന്റെ ഉള്ളിലുള്ള ഒരു ടീച്ചറുടെ കപ്പാസിറ്റി ആയിരിക്കും, ആ ഒരു ക്വാളിറ്റി ആയിരിക്കും മേ ബി അവിടെ കണ്ടത്. ഐ ഡോണ്ട് നോ, ഇറ്റ് വാസ് ആക്ച്വലി വൺ മോർ തിങ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, സെയിം ഐ ഡോണ്ട് നോ ഹൗ മെനി ആർ തോട്ട് അബൌട്ട് ടു ടേക്ക് എ കരിയർ ഇൻ കോച്ചിങ്. ഞാൻ എൻ്റെ ഒരു ഡിസിഷൻ ഞാൻ 12th എടുത്തതാണ്. വെൻ ഐ വാസ് ഇൻ 12th, I decided to be a teacher in coaching field specifically. പക്ഷെ എനിക്ക് ആകെ ഒരു സംശയം ഉണ്ടായിരുന്നത് വിച്ച് കോച്ചിങ് ഫീൽഡ്, വെദർ ഐ ഹാവ് ടു ഓപ്റ്റ് IIT JEE ഓർ ദിസ് ഗേറ്റ് കോച്ചിങ് ഓർ എനി അതർ കോച്ചിങ്.
that finally land up to IIT JEE because its market is very high. Because of that, finally land up there. സോ ഡ്യൂറിങ് ദ BTech സമയത്ത് തന്നെ ഞാനും വർക്ക് ചെയ്യാൻ തുടങ്ങിയിരുന്നു ടു മേക്ക് മൈ പ്രൊഫൈൽ. ആൻഡ് വൺ മോർ തിങ് ഐ ജസ്റ്റ് വാണ്ട് ടു ആഡ്, ഞാനിത് പ്ലേസ്മെന്റ് വഴിയല്ല കയറിയത്, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് വഴിയായിരുന്നു കമ്പനിയിൽ കയറിയത്. അതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ BTech മുതൽ വർക്ക് ചെയ്തിരുന്നത് ഡിഫറെൻറ്റ് കമ്പനിയിൽ. കാരണം ഇങ്ങനത്തെ കോച്ചിങ് ഇൻഡസ്ട്രിയിൽ നമ്മളൊരു നല്ല രീതിയിൽ റിക്രൂട്ട് ചെയ്ത് പോകണമെങ്കിൽ ഒന്ന് ഇമ്പോർട്ടൻ്റ് നമ്മൾ എവിടെ പഠിച്ചു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇഫ് IIT NIT അല്ലെങ്കിൽ ഐസർ, അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. പിന്നെ പൊതുവേ അതിനുള്ള റീസൺ എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ് സ്കിൽ വിൽ ബി ഹയർ. ബിക്കോസ് നമ്മളിവിടെ കോൺസെപ്റ്റ് ടീച്ച് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പ്രോബ്ലം സോൾവിങ് സ്കില്ലുകളോ ആണ് കൂടുതൽ ടീച്ച് ചെയ്യുന്നത്. സോ മോസ്റ്റ്ലി ഈ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട് ബാക്ക്ഗ്രൗണ്ട് ഉള്ള സ്റ്റുഡൻസിന് ഈ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഹൈ ആയിരിക്കും. കാരണം അവർ ഓൾറെഡി അങ്ങനെയുള്ള ഒരു കോച്ചിങ് കോമ്പറ്റേറ്റീവ് എക്സാം ക്രാക്ക് ചെയ്ത ശേഷമാണ് അവർ ജോയിൻ ചെയ്തിട്ടുള്ളത്. സോ ദേ നോ ഹൗ ടു പ്രിപ്പയർ ദ സ്റ്റുഡൻറ് ഓൾസോ. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഈവൻ സം ഫാക്കൽറ്റീസ് ആർ ദർ ഫ്രം PhD ഓൾസോ. IIT, ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ IIT മദ്രാസ് PhD കഴിഞ്ഞ ഒരാളുടെ കെമിസ്ട്രിയിൽ. അങ്ങനെ ഗുഡ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ബട്ട് ഇപ്പോൾ മോസ്റ്റ്ലി നോക്കുകയാണെങ്കിൽ ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടുകളായി കൂടുതൽ ഉണ്ടാവാം. അതുപോലെ തന്നെ MSc സെൻട്രൽ യൂണിവേഴ്സിറ്റി കഴിഞ്ഞ ആളുകളും ഉണ്ടാവാറുണ്ട്. സോ ഞാൻ പറയുന്നത് ഇപ്പം നിങ്ങളിപ്പം ജാമോ അല്ലെങ്കിൽ ഗേറ്റോ വഴി ഏറ്റവും പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ജോയിൻ ചെയ്യുക. സോ ദർ ആർ ഡിഫറെൻറ്റ് ഓപ്പർച്യൂണിറ്റി വെൽക്കം. സോ അതൊരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും ഫ്യൂച്ചറിലെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ. പിന്നെ എപ്പോഴും നമ്മൾ സബ്ജക്റ്റ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ 10 കൊല്ലം മുമ്പുള്ള സ്റ്റുഡൻ്റ് അല്ല ഇപ്പോൾ ഇരിക്കുന്ന സ്റ്റുഡൻറ്റ്. ബിക്കോസ് ഇപ്പോൾ നമ്മൾ ക്ലാസ്സിൽ ഡെലിവർ ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ കുട്ടിക്ക് ChatGPT അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സോഫ്റ്റ്വെയർ വെച്ചിട്ട് വെദർ ഇറ്റ് ഇസ് ട്രൂ ഓർ റോങ് അങ്ങനെ കൺഫേം ചെയ്യാൻ പറ്റുന്ന സ്റ്റുഡൻസ് ആണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും സബ്ജക്റ്റിൽ അഡ്വാൻസ് ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ടീച്ചിങ് സ്റ്റൈൽ അഡ്വാൻസ് ആയിരിക്കണം. പിന്നെ പ്രോബ്ലം സോൾവിങ് സ്കില്ല് നമ്മളെപ്പോഴും നിരന്തരമായിട്ട് ഡെവലപ്പ് ചെയ്യേണ്ട ഒരു ഏരിയയാണ്. ഈവൻ നമ്മൾ കോളേജിൽ പ്രൊഫസർ ആയി കഴിഞ്ഞാൽ നമ്മളൊരു സ്റ്റാഗ്നൻ്റ് ആണ്. പിന്നെ നമ്മൾ റിസർച്ച് ഏരിയകളിലായിരിക്കും കൂടുതൽ വർക്ക് ചെയ്യുന്നത്. ടീച്ചിങ് എങ്ങനെയാണോ നമ്മൾ പണ്ട് ചെയ്തിരുന്നത് അതേപോലെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. പക്ഷേ കോച്ചിങ് ഫീൽഡ് അങ്ങനെയല്ല. ഇയർ ടു ഇയർ നമ്മൾ ആ ടീച്ചിങ് സ്റ്റൈൽ, ടീച്ചിങ് മെത്തഡോളജി ഒക്കെ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. സോ ഓൾവേസ് നമ്മളൊരു ലേണിംഗ് പ്രോസസ്സിലായിരിക്കും. എപ്പോഴെങ്കിലും നമ്മളത് സ്റ്റാഗ്നൻ്റ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഇൻഡസ്ട്രിയിൽ നിന്ന് പെട്ടെന്ന് ഔട്ടാവും. സോ ദാറ്റ് ഈസ് എ കൈൻഡ് ഓഫ് എ ഫീൽഡ് വേർ പ്രോസ് ആൻഡ് കോൺസ് ഐ ക്യാൻ സേ. അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഫീൽഡിനെ കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒന്നും കാണുന്നില്ല. ഓക്കെ, ഞാൻ എൻ്റെ ലിങ്ക്ഡിൻ അഡ്രസ്സ് ഇവിടെ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഈ ഫീൽഡിനെ കുറിച്ച് സംശയം അല്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ ബന്ധപ്പെടാം. സോ ഐ ക്യാൻ ഗൈഡ്. ഇങ്ങനെ പോസ്റ്റ് ചെയ്തൂടെ? ഓ ഷുവർ ഷുവർ ഷുവർ. സോ ആർക്കെങ്കിലും എന്തെങ്കിലും ഫീൽഡിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ ഉള്ളതൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണക്ട് ചെയ്യുന്നതാണ്. താങ്ക് യു ഷമീം സാർ. സ്ക്രീൻ ഷെയറിംഗ് എനേബിൾഡ് ആണ് ഇപ്പോൾ. സ്ക്രീൻ ഷെയറിംഗ് ഒന്ന് ക്ലോസ് ചെയ്യും. അടുത്തതായിട്ട് നിങ്ങളോട് വളരെ യങ്ങായിട്ടുള്ള ഒരാളാണ് സംസാരിക്കാൻ വരുന്നത്. വളരെ യങ്ങായിട്ടെന്ന് പറയുമ്പോൾ നിങ്ങളെക്കാൾ മേ ബി ജസ്റ്റ് 2 years or 3 years എൽഡർ ആയിട്ടുള്ള ഒരാൾ. ഓക്കെ, സോ സിനാൻ, മുഹമ്മദ് സിനാൻ. ഞാൻ ഓഡിബിൾ അല്ലേ? അതെ, audible. ഹായ്, ഞാൻ കുറെ നേരം ഇവിടെ ജോയിൻ ചെയ്തിട്ട് ഞാൻ അനന്തേട്ടൻ്റെ ഒക്കെ ക്ലാസ് കുറെ നേരം കേട്ടിരുന്നു. അനന്തേട്ടനൊക്കെ എനിക്ക് സീനിയർ ആയിട്ട് IIT ഉണ്ടായിരുന്നതാണ്. അപ്പം അനന്തേട്ടൻ്റെ ക്ലാസ് ഒക്കെ നല്ല രസമായിട്ട് കേട്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ആദ്യം എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് മുഹമ്മദ് സിനാൻ എന്നാണ്. ഞാൻ ഇപ്പോൾ കറൻ്റ്ലി ഇടുക്കിയിൽ തൊടുപുഴ ന്യൂമാൻ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യാണ്. ഞാൻ ആക്ച്വലി 1 month ആയിട്ടുള്ളൂ ഇവിടെ ജോയിൻ ചെയ്തിട്ട്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം പല രീതിയിലുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ പോസ്റ്റുകളുണ്ട്. അതിലോട്ട് എങ്ങനെ നമുക്ക് എൻട്രി ചെയ്യാന്നുള്ളതാണ്.
അപ്പൊ അതിന് മുന്നോടിയായിട്ട് എൻ്റെ ഒരു ജേണി ഞാൻ പറയാം. അപ്പൊ ഞാൻ ഡിഗ്രി ചെയ്തത് കോഴിക്കോട് ഫറൂഖ് കോളേജിൽ വെച്ചായി. ഫറൂഖ് കോളേജിൽ നിന്നാണ് ഞാൻ ഡിഗ്രി ചെയ്തത്. 2019-22 ബാച്ചായിരുന്നു. അതിനുശേഷം 2022 മുതൽ 24 വരെ IIT മദ്രാസിലായിരുന്നു ഞാൻ PG ചെയ്തത്. PG ചെയ്ത ശേഷം ഞാനൊരു ഏകദേശം 8 മന്ത്സോളം ഞാൻ ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്തിരുന്നു. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് പല രീതിയിലുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ ഉണ്ട്. സ്റ്റാർട്ടിങ് ഫ്രം ഗസ്റ്റ് ലെക്ചറർ ടു IIT പ്രൊഫസർ. പല ലെവലിലുള്ള അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് ഉണ്ട്. ഓരോന്നിനും ഓരോ ക്വാളിഫിക്കേഷൻ ആണ്. ഇപ്പം ചിലതിന് നെറ്റ് ആവശ്യമില്ല, ചിലതിന് നെറ്റ് മാത്രം പോരാ, ചിലതിന് PhD ആവശ്യമാണ്, ചിലതിന് PhD മാത്രം പോരാ. അങ്ങനത്തെ ഒരുപാട് ലെവൽസ് വരുന്നുണ്ട്. അപ്പൊ ഇതിന് ഓരോന്നും ഓരോ ലെവലാക്കിയിട്ട് പറയാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആദ്യമായിട്ട് ഏറ്റവും ഒരു PG കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിക്ക്, MSc കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിക്ക് ഒരു കോളേജിൽ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ട് എൻട്രി ചെയ്യാവുന്നതാണ് ഗസ്റ്റ് ലെക്ചറർ എന്ന് പറയുന്നത്. അതായത് ഒരു കോളേജിൽ ടെമ്പററി പോസ്റ്റ് എന്ന് പറയുന്ന പോലെയാണ് ഗസ്റ്റ് ലെക്ചറർ എന്ന് വരുന്നത്. അതായത് 1 year കോൺട്രാക്ട് ആണ് ഗസ്റ്റ് ലെക്ചറർക്ക് ഉണ്ടാവുക. ഒരു ഗസ്റ്റ് ലെക്ചറർ എന്ന് പറയുമ്പോൾ അതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ PGയിൽ 55% മാർക്സ് എന്ന് മാത്രമാണ്. അതായത് ജസ്റ്റ് PGയിൽ 55% മാർക്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആണ്. ഓക്കെ, എലിജിബിൾ ആണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ അപ്ലൈ ചെയ്ത് നിങ്ങളെ ഇന്റർവ്യൂക്ക് വിളിക്കുമ്പോൾ ആ ഇന്റർവ്യൂവില് നെറ്റുള്ള അല്ലെങ്കിൽ PhD ഉള്ള ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ എടുക്കാൻ പാടുള്ളൂ എന്നാണ്. ഉദാഹരണത്തിന് ഇപ്പം ഒരു 5 ആൾ ഇന്റർവ്യൂക്ക് വരുന്നു, ഒരാൾക്ക് മാത്രമേ നെറ്റ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ അയാൾ മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം നെറ്റ് ആണ് അതിന്റെ ഒരു ഡിസൈഡിങ് ഫാക്ടർ. ഇപ്പൊ നെറ്റ് ഉള്ള ആരും ഇല്ല എന്നുണ്ടെങ്കിൽ PG മാത്രമുള്ള ആൾക്കാർ എന്താവും, ഗസ്റ്റ് ലെക്ചറർ ഇതിനെ സെലക്റ്റഡ് ആവും. ഓക്കെ, അപ്പം മോസ്റ്റ്ലി കേരളത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ഏകദേശം ഗവൺമെന്റ് കോളേജസിൽ വർക്ക് ചെയ്യുന്ന ഒരു 90% ആൾക്കാരും നെറ്റ് ഹോൾഡേഴ്സ് ആണ്. എന്നാൽ എയ്ഡഡ് കോളേജുകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരിൽ ഒരു 50% ആൾക്കാർക്ക് പോലും നെറ്റ് ഇല്ല എന്നുള്ളതാണ് മാത്സിലെ അവസ്ഥ. കാരണം മാത്സിൽ നെറ്റ് ക്വാളിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ റിലേറ്റീവ്ലി ഹാർഡാണ്. മറ്റ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റുകൾ കമ്പയർ ചെയ്യുമ്പോൾ മാത്സ് നെറ്റ് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത് കുറച്ച് ഹാർഡായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ മാത്സിൽ എയ്ഡഡ് കോളേജുകളിൽ വർക്ക് ചെയ്യുന്ന ഒരു പകുതി ആൾക്കാർക്കും നെറ്റ് ഇല്ല. അപ്പൊ നിങ്ങൾ ഞാൻ എൻ്റെ ഒരു കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ PG പഠിച്ച സമയത്ത് തന്നെ നെറ്റും JRFഉം ക്വാളിഫൈ ചെയ്തിരുന്നു. ഞാൻ IITയുടെ ഒരു IITയുടെ ഒരു സിസ്റ്റം അറിയുന്നവർക്ക് അറിയാം. 4 മാസം ക്ലാസ്, 2 മാസം വെക്കേഷൻ എന്നുള്ളതാണ് നോർമലി ഫോളോ ചെയ്യാറുള്ളത്. അപ്പം എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യം എന്തായിരുന്നു വെച്ചാൽ ഒരു നെറ്റ് എക്സാമിന് തൊട്ട് മുമ്പ് ഒരു 2 മാസം വെക്കേഷൻ കിട്ടിയിരുന്നു. അപ്പൊ ആ ഒരു 2 മാസം തറവായിട്ട് പഠിച്ചു. അങ്ങനെ ഞാൻ PG ചെയ്യുന്ന സമയത്ത് തന്നെ നെറ്റും JRFഉം ക്വാളിഫൈ ചെയ്തിരുന്നു. അതെനിക്ക് എൻ്റെ കരിയറിൽ വലിയൊരു അഡ്വാൻറ്റേജ് ആയി എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ഗസ്റ്റ് ലെക്ചർ ആവണമെന്നുണ്ടെങ്കിൽ 55% മാർക്സ് മതി. എങ്കിലും നിങ്ങൾ PG ചെയ്യുമ്പോൾ തന്നെ നെറ്റ് ക്വാളിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഷുവർ ആയിട്ടും നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയെങ്കിലും ഗസ്റ്റ് ലെക്ചർ ആയിട്ട് ജോയിൻ ചെയ്യാം. ഗസ്റ്റ് ലെക്ചറേഴ്സിന്റെ സാലറി എന്ന് പറഞ്ഞാൽ പെർ ഡേ ബേസിസ് ആണ്. അതായത് ഒരു ദിവസം 1600 രൂപയാണ് നെറ്റ് ഇല്ലാത്തവർക്ക്. നെറ്റ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ 1750 രൂപയാണ് പെർ ഡേ കിട്ടുക. ഓക്കെ, അപ്പം ഏകദേശം ഒരു 20 days ഒക്കെ അപ്രോക്സിമേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 35,000 അടുത്ത് ഏകദേശം ഒരു മാസം ഒരു ഗസ്റ്റ് ലെക്ചർക്ക് സാലറി ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ അതാണ് ഏറ്റവും ബേസിക് ആയിട്ട് ഒരു PG കഴിഞ്ഞ ഒരാൾക്ക് ഒരു ടീച്ചിങ് ഫീൽഡിൽ ഉണ്ടാകുന്ന ജോലി. അതിന്റെ തൊട്ടു മുകളിലായിട്ട് വരുന്നതാണ് കേരളത്തിലെ അഫിലിയേറ്റഡ് കോളേജുകളിൽ, എയ്ഡഡ് കോളേജുകളിലും ഗവൺമെന്റ് കോളേജുകളിലും ഉള്ള അസിസ്റ്റന്റ് പ്രൊഫസർ പോസ്റ്റ്. അപ്പൊ ഇതിന്റെ ബേസിക് എലിജിബിലിറ്റി എന്ന് പറയുന്നത് നെറ്റ് മാത്രമാണ്. നെറ്റ് ഇല്ലാത്തവർക്ക് PhD മതി. അതായത് നെറ്റ് ഇല്ല എന്നുണ്ടെങ്കിലും PhD ഉണ്ട് എന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട്. അപ്പൊ PhD ഉള്ളവർക്ക് നെറ്റ് വേണ്ട ബേസിക്കലി. അപ്പം നെറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. അപ്പം എൻ്റെ കേസിൽ എനിക്ക് നെറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഇതിന് രണ്ടിനും 2 പ്രോസസ് ആണ്. ഗവൺമെന്റ് കോളേജുകളിലോട്ടാണെന്നുണ്ടെങ്കിൽ കേരള PSC മുഖേനയാണ് പോസ്റ്റിംഗ് നടക്കാറുള്ളത്. കേരള PSC ഓരോ 5 വർഷത്തിലും അപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്യും. ഇപ്പൊ ലാസ്റ്റ് ഇൻവൈറ്റ് ചെയ്തത് 2019-ലായിരുന്നു. അപ്പം 2020-ലായിരുന്നു. അപ്പം ഇനി 2021-ലാണ് റാങ്ക് ലിസ്റ്റ് വന്നത്. ഇനി അടുത്തത് ഈ വർഷം ലാസ്റ്റ് അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യം അപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്യും. അപ്പൊ അപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്താൽ ആ സമയത്ത് നെറ്റ് ക്വാളിഫൈഡ് ആയ അപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ നെറ്റ് ക്വാളിഫൈഡ് ആയ എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ PhD ക്രോസ് ചെയ്ത ബേസിക് എലിജിബിലിറ്റി ഉള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുന്നവരിൽ നിന്ന്
PSCയുടേത് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാം ആണ്. നിലവില് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാം ആണ്. അടുത്ത പ്രാവശ്യം എക്സാം വരുമ്പോൾ എങ്ങനെയാവും അത് മാറ്റും എന്നുള്ളതൊന്നും അറിയില്ല. ഡിസ്ക്രിപ്റ്റീവ് ലെവലാണ് നിലവിലുള്ളത്. അപ്പം PG ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. PG ലെവലില് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അപ്പം അതിന്റെ മാർക്കും ആ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന്റെ മാർക്കും ഇന്റർവ്യൂ മാർക്സും നിങ്ങളുടെ PG മാർക്സിന്റെ ഒരു പോയിന്റ്. ഇപ്പൊ PG മാർക്സ് നല്ല PG മാർക്സ് ഉള്ളവർക്ക് നല്ല പോയിന്റ് ഉണ്ടാവും. അത് ഏറ്റവും വലിയ ഡിസൈഡിങ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ അതിലെ ടെസ്റ്റിലെ മാർക്സ് ആണ്. ടെസ്റ്റിലെ മാർക്സ് ഉപയോഗിച്ചിട്ടാണ് ജോലി കിട്ടുക. കാരണം ബാക്കിയുള്ളതൊക്കെ ഏകദേശം ഒരു ചെറിയ ഡിഫറൻസേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ടെസ്റ്റിലെ മാർക്സ് ആണ് ഡിസൈഡ് ചെയ്യുക ജോലി കിട്ടുമോ ഇല്ല എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് എക്സാംസിന് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ PSC ക്വാളിഫൈ ചെയ്യാൻ പറ്റും. അപ്പം അടുത്തതായിട്ട് എയ്ഡഡ് കോളേജുകളാണ്. എയ്ഡഡ് കോളേജുകൾ എന്ന് പറഞ്ഞാൽ ഓരോ എയ്ഡഡ് കോളേജും സെപ്പറേറ്റ് ആയിട്ട് അപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പം ഞാനിപ്പോൾ വർക്ക് ചെയ്യണ ന്യൂമാൻ കോളേജ് അതേപോലെ നിർമ്മല കോളേജ് തന്നെ 2 കോളേജ് ക്ലബ് ചെയ്തൊരു മാനേജ്മെന്റ് ആണ്. അപ്പം ആ മാനേജ്മെന്റിന്റെ കീഴിലുള്ള എല്ലാ വേക്കൻസീസിലോട്ടും കൂടെ ആയിട്ട് ഒരു അപ്ലിക്കേഷൻ, ഒരു നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യും. അതിന്റെ ബേസിസിൽ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് ഒരു 2-3 മന്ത്സിൽ ഇന്റർവ്യൂ ഉണ്ടാവും. അപ്പോൾ ഇന്റർവ്യൂവിൽ പെർഫോമൻസ് നോക്കിയിട്ട് ആണ് അവർ റാങ്ക് ലിസ്റ്റ് ഇടുക. ഇപ്പൊ ഇന്റർവ്യൂവിൽ നന്നായിട്ട് പെർഫോം ചെയ്താൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോലി കിട്ടും. അപ്പം സാധാരണ രീതിയിൽ കേരളത്തിലെ എയ്ഡഡ് കോളേജസിന്റെ നിലവിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു 90% കോളേജസും എടുക്കുന്നത് ഈ ഡൊണേഷൻ എന്നുള്ള ഒരു ബേസിസിലാണ്. അപ്പം ചില എക്സെപ്ഷൻസ് മാത്രമേ ഉള്ളൂ. അതായത് ഡൊണേഷൻ ആവശ്യമില്ലാത്ത ചില എക്സെപ്ഷൻസ്, ക്വാളിറ്റി നോക്കിയിട്ട് കോളേജിന്റെ റാങ്കിങ്ങിനും ഇതിനും വേണ്ടിയിട്ട് ക്വാളിറ്റി നോക്കി ടീച്ചേഴ്സിനെ എടുക്കുന്ന ചില എക്സെപ്ഷൻ കോളേജസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചില കോളേജസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പം ഒരുപാട് കോളേജസ്, ചില കോളേജസ് പണ്ട് എടുക്കാറില്ലായിരുന്നു, ഇപ്പം ഡൊണേഷൻ വാങ്ങുന്ന കോളേജുകളുണ്ട്. അങ്ങനെ ഒരുപാട് കോളേജസ് അത് നമുക്ക് കോളേജിൽ അന്വേഷിച്ചാലേ മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പം അങ്ങനെ ഒരു റാങ്ക് ലിസ്റ്റ് വരും. അപ്പം ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ റിസർവേഷൻ ഏതാണെന്നുള്ളത് കൂടെ പറയും. അപ്പം സാധാരണ രീതിയിൽ ജനറൽ ഉണ്ടാവും, പിന്നെ കമ്മ്യൂണിറ്റി കോളേജ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം മുസ്ലിം അല്ലെങ്കിൽ ഹിന്ദു, ക്രിസ്ത്യൻ അങ്ങനെ കമ്മ്യൂണിറ്റി സീറ്റ് ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഡിസേബിൾഡ് ആയ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള സീറ്റ് ഉണ്ടാവും. അപ്പൊ ഇതിൽ ഈ 3 കാറ്റഗറിയിലാണ് സാധാരണ അപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യുക. അപ്പൊ ഇതിന് 3 സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റ് ഒക്കെ വരും. അപ്പൊ എത്രയാണോ വേക്കൻസി ഉള്ളത് അപ്പൊ അതിനനുസരിച്ച് വരും. ഇപ്പൊ എയ്ഡഡ് കോളേജുകളിലായുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ പോസ്റ്റിന് ഒരു സ്ഥിരതയില്ല. ബേസിക്കലി നമ്മളത് റെഗുലർ പോസ്റ്റ് ആണ്, പെർമനന്റ് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടിയും മേ ബി ഇൻ ഫ്യൂച്ചർ ഇപ്പൊ സൗത്ത് കേരളയിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം കോളേജസിൽ വിദ്യാർത്ഥികൾ കുറയുന്ന ഒരു പ്രവണതയുണ്ട്. അപ്പൊ അത് ഭാവിയിൽ വേണമെങ്കിൽ ജോലിയെ ബാധിച്ചേക്കാം. അപ്പൊ എപ്പോഴും ഗവൺമെന്റ് കോളേജസ് ടാർഗറ്റ് ചെയ്യുന്നതാണ് സേഫ് ഓപ്ഷൻ. ഒരിക്കലും എയ്ഡഡ് കോളേജസിലോട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യാതിരിക്കുക. പരമാവധി ഗവൺമെന്റ് കോളേജസിലോട്ട് വർക്ക് ചെയ്യും. പിന്നെ അടുത്തൊരു ലെവലായിട്ട് നമുക്ക് കാണാവുന്ന ഒരു സംഭവമാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസും സെൻട്രൽ യൂണിവേഴ്സിറ്റീസും. അപ്പൊ ഇതിനും ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇപ്പം കേരളത്തിലെ എയ്ഡഡ് കോളേജസ് ഒക്കെ PhD ഉള്ളവരെയാണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം നാക്ക് അതുപോലെ NIRF റാങ്കിങ്സിനൊക്കെ വേണ്ടിയിട്ട് PhD ഉള്ള ടീച്ചേഴ്സിന് എക്സ്ട്രാ പോയിന്റ്സ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പൊ കോളേജസ് ഒക്കെ PhD ഉള്ള ആൾക്കാരെയാണ് പ്രിഫർ ചെയ്യുന്നത്. ഇപ്പം കറന്റ് ഇത് ഹിയർ ചെയ്തുകൊണ്ടിരിക്കുന്ന PG സ്റ്റുഡൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ PhD ചെയ്യാൻ ആണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. നിങ്ങൾ ടീച്ചിങ് നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ PhD ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കോഴ്സ് വർക്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത ശേഷം വേണമെങ്കിൽ അത് പാർട്ട് ടൈം ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഏതെങ്കിലും ജോലിക്ക് കയറാവുന്നതാണ്. അപ്പം ഏറ്റവും ബെറ്റർ നിങ്ങൾ PhDക്ക് ജോയിൻ ചെയ്യുക. കോഴ്സ് വർക്ക്, കോംബ്രി അങ്ങനത്തെ പ്രധാനപ്പെട്ട ആ ഒരു ഫസ്റ്റ് ഹാഫ് ഫിനിഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. അല്ലാന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാം. നിങ്ങളുടെ ചോയ്സ് ആണ്. ഞാൻ പറഞ്ഞത് പെട്ടെന്ന് ജോലി വേണം എന്നുള്ളവരാണെങ്കിൽ കൂടിയും ആദ്യം PhDക്ക് ജോയിൻ ചെയ്തിരുന്നത് നല്ലതാണ്. ഞാൻ ആക്ച്വലി PhDക്ക് ജോയിൻ ചെയ്യാൻ നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് എനിക്ക് കൂടെ ജോലി കിട്ടിയത്. അപ്പം അടുത്തത് എന്ന് പറയുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്. ഈ യൂണിവേഴ്സിറ്റികളിലൊക്കെ നിലവില് PhD ഉള്ളവരെ മാത്രം എന്നുള്ള പോലെ ആയിട്ടുണ്ട്. യൂണിവേഴ്സിറ്റികളിലെയും സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെയും ബേസിക് എലിജിബിലിറ്റി തന്നെ PhD ആണ്. അവിടെ PhD ഇല്ലാത്ത ഒരാൾക്ക് ജോലി കിട്ടില്ല, ഒരിക്കലും കിട്ടില്ല. അതുപോലെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസും നിലവില് PhD ഉള്ളവരെ മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ സാലറി യൂണിവേഴ്സിറ്റിയിലും അഫിലിയേറ്റഡ് കോളേജസിലും സെയിം ആണ്. സ്റ്റാർട്ടിംഗ് സാലറി സെയിം ആണ്. പക്ഷെ PhD ഉള്ള ആൾക്കാർക്ക് പെട്ടെന്ന് അഡ്വാൻസ് ആയിട്ട് അസോസിയേറ്റ് പ്രൊഫസർ ആവാൻ കഴിയും എന്നുള്ളതാണ്. പിന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്
അത്യാവശ്യം നല്ലൊരു സാലറി ഈ ഒരു എയ്ഡഡ് കോളേജ് അല്ലെങ്കിൽ കേരളത്തിലെ ഗവൺമെന്റ് കോളേജസ് നൽകുന്നതിനേക്കാളും ബെറ്റർ സാലറി നൽകുന്ന പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇപ്പം ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം പെർ മന്ത് 80,000 അടുത്ത് സാലറി നൽകുന്നുണ്ട്. ബാംഗ്ലൂരിലെ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ഒക്കെ. അതുപോലെ ഒരുപാട് ചില PhD ഉള്ളവർക്ക് പോലും 45,000 50,000 മാത്രം സാലറി നൽകുന്ന പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസും ഉണ്ട്. ഓക്കെ, പക്ഷേ നല്ല യൂണിവേഴ്സിറ്റീസ് നല്ല സാലറി നൽകുന്നുണ്ട്. SRM അങ്ങനത്തെ കുറച്ച് നല്ല യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പം അവിടെ ഫ്രഷറായിട്ട് ജോയിൻ ചെയ്യുന്ന PhD ഉള്ള ആൾക്കാർക്ക് നല്ലൊരു സാലറി തന്നെ റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു സാലറി തന്നെ കിട്ടുന്നുണ്ട്. അപ്പം അതിനുശേഷം സെൻട്രൽ യൂണിവേഴ്സിറ്റീസിന്റെയും കേരളത്തിലെ യൂണിവേഴ്സിറ്റീസിന്റെയും കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ സെപ്പറേറ്റ് നോട്ടിഫിക്കേഷൻസ് റിലീസ് ചെയ്യുകയാണ് ചെയ്യുക. ആ യൂണിവേഴ്സിറ്റിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഫാക്കൽറ്റി വേക്കൻസീസിന്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുന്നു. ആ നോട്ടിഫിക്കേഷൻസിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ വേക്കൻസി ഉണ്ടെന്നും അതുപോലെ അവിടെ റിസർവേഷനും SC ST OBC അങ്ങനെ റിസർവേഷൻ ഉണ്ടാവും. ആ റിസർവേഷനും വെച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യും. അപ്പം അതിന് അവർ ഇന്റർവ്യൂ നടത്തുന്നു. ഇന്റർവ്യൂ നടത്തിയിട്ട് എടുക്കുന്നു. അപ്പം PhD ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ജോലി കിട്ടാൻ നല്ല സാധ്യതയുണ്ട്. അതുപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ ഗസ്റ്റ് ലെക്ചറർ ആവുകയാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഞാൻ പറഞ്ഞു കേരളത്തിൽ ഗസ്റ്റ് ലെക്ചറർ ആണെന്നുണ്ടെങ്കിൽ എത്ര സാലറി 30,000 35,000 ആണ് സാലറി എന്ന് പറഞ്ഞു. പെർ ഡേ 1,750 എന്നുള്ളതാണ് റേഞ്ച്. പക്ഷേ സെൻട്രൽ യൂണിവേഴ്സിറ്റീസോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള പല യൂണിവേഴ്സിറ്റീസും പോണ്ടിച്ചേരി അങ്ങനത്തെ പല യൂണിവേഴ്സിറ്റീസും ഗസ്റ്റ് ലെക്ചറേഴ്സിന് നൽകുന്ന സാലറി എന്ന് പറഞ്ഞാൽ പെർ ഹവർ ആണ്. പെർ ഹവർ 1,500 ആണ്. ഓരോ മണിക്കൂർ നിങ്ങൾ ക്ലാസ് എടുക്കണം 1,500 രൂപ നിങ്ങൾക്ക് കിട്ടും. അപ്പം അതിനൊരു അപ്പർ സീലിംഗ് ഉണ്ട്. അത് മാക്സിമം 1 മന്തിൽ 50,000 വരെ കിട്ടും. അപ്പം PG കഴിഞ്ഞ ഒരാൾക്ക് അതിന് PhD നിർബന്ധമല്ല. PG കഴിഞ്ഞ ഒരാൾക്ക് തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഗസ്റ്റ് ലെക്ചർ ആയിട്ട് ജോയിൻ ചെയ്യാം. അപ്പൊ അതിന് 50,000 സാലറി കിട്ടും. പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസും ഇതും പറഞ്ഞു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസും PhD ഉണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ ഏകദേശം ഇപ്പൊ കിട്ടുള്ളൂ. കാരണം UGC ഗൈഡ് ലൈൻസ് പ്രകാരം യൂണിവേഴ്സിറ്റീസിൽ ടീച്ചർ ആവണം എന്നുണ്ടെങ്കിൽ PhD നിർബന്ധമാണ്. ഇനി അതിനുശേഷം വരുന്നത് IITs ആണ്. IITs പറയുന്നത് എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ PhDക്ക് പുറമെ 3 വർഷത്തെ റിസർച്ച് ഓർ ടീച്ചിങ് എക്സ്പീരിയൻസ് എന്നാണ്. ഓക്കെ, യൂഷ്വലി അത് റിസർച്ച് ആണ്, അത് PDF ആണ്. അത് PDF-ന് വേണ്ടി അവർ നൽകുന്ന വേറൊരു പേരാണ് 3 വർഷത്തെ റിസർച്ച് എക്സ്പീരിയൻസ് എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് PhDക്ക് ശേഷം PDF ഉണ്ട് എന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ IITs നിങ്ങൾക്ക് ഫാക്കൽറ്റി ആയിട്ട് കിട്ടുള്ളൂ. ഇപ്പൊ ഞാൻ പഠിച്ച സമയത്തൊക്കെ പഠിപ്പിക്കുന്ന എല്ലാ ടീച്ചേഴ്സിനും 2ഉം 3ഉം PDF ഉണ്ടായിരുന്നു. അവര് ചെയ്ത PDF-കൾ അധികം വിദേശത്ത് നിന്നായിരുന്നു, വിദേശത്തെ യൂണിവേഴ്സിറ്റികളിൽ നിന്നായിരുന്നു അധികം ആൾക്കാരും PDF ചെയ്തിട്ടുണ്ടായിരുന്നത്. ചുരുക്കം ആൾക്കാർ മാത്രം മോസ്റ്റ്ലി ലേഡി ടീച്ചേഴ്സ് ഇന്ത്യയിൽ നിന്ന് ചെയ്തവരായിരുന്നു. ഇന്ത്യയിലെ CMI ISI IISc അങ്ങനത്തെ ടോപ്പ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നിന്ന് PDF ചെയ്തവരും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം IITs നോക്കുന്നവർക്ക് IITs-ലെ ബേസിക് IITs-ന്റെ ഒരു എൻട്രൻസ് ഞാൻ പറഞ്ഞു PG PhD PDF 2ഓ 3ഓ PDF ഒപ്പം നല്ലൊരു റിസർച്ച് പ്രൊഫൈൽ ഇൻ ദ സെൻസ് നേരത്തെ ആനന്ദേട്ടൻ ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെ നല്ല പേപ്പേഴ്സ് Q1-ലൊക്കെ ഒരുപാട് പേപ്പേഴ്സ് ഒക്കെ ഉള്ള ആൾക്കാർക്കാണ് സാധാരണ രീതിയിൽ കിട്ടാറുള്ളത്. അത്യാവശ്യം നല്ലൊരു പ്രൊഫൈൽ വേണം. പിന്നെ IITs-ലെ ഫാക്കൽറ്റീസിനുള്ള ഒരു ബെറ്റർ ഇതെന്ന് പറഞ്ഞാൽ അവർക്ക് കൂടുതൽ റിസർച്ച് ഫോക്കസ്ഡ് ആണ് ടീച്ചിങ്ങിലേറെ. അവർക്ക് ഒരു കോഴ്സൊക്കെ സാധാരണ രീതിയിൽ ഉണ്ടാവാറുള്ളൂ, 1ഓ 2ഓ കോഴ്സ്. ഇപ്പം ഒരു വീക്കിൽ 3ഓ അല്ലെങ്കിൽ 6ഓ അവേഴ്സ് അവർക്ക് ക്ലാസ് അവർ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള സമയത്തൊക്കെ അവർക്ക് എന്ത് ചെയ്യാം? റിസർച്ചിലോട്ട് ടൈം സ്പെൻഡ് ചെയ്യാം. പിന്നീട് ഞാനൊരു സാലറിയുടെ ഒരു കാര്യം പറയാം. ഇപ്പം അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് ഇപ്പൊ ഒരു കോളേജിൽ, കേരളത്തിലൊരു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് ജോയിൻ ചെയ്യുന്ന ഒരാൾക്ക് ഏകദേശം ബേസിക് പേ ആയിട്ട് വരുന്നത് 57,000 ആണ്. 57,000-ന് പുറമെ അതിലേക്ക് DA HRA അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൂടെ ചേർക്കുമ്പോൾ 80,000-ന് അടുത്ത് സാലറി വരും. അതിൽ നിന്ന് പെൻഷൻ PF അങ്ങനെ കുറച്ച് ഡിഡക്ഷൻസ് ഒക്കെ കഴിഞ്ഞ് ഇൻ ഹാൻഡ് ഏകദേശം 60,000 വരും. അപ്പം സാലറി മാത്രം നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അസിസ്റ്റന്റ് പ്രൊഫസറിലോട്ട് തിരിയാത്തതാണ് നല്ലത്. കാരണം നേരത്തെ കോച്ചിങ് ഇൻഡസ്ട്രിയുടെ കേസൊക്കെ പറഞ്ഞിരുന്നു, നല്ലൊരു സാലറി കോച്ചിങ് ഇൻഡസ്ട്രിയിൽ കിട്ടും. നല്ലൊരു എക്സ്പോണൻഷ്യൽ ഇൻക്രീസ് കിട്ടുന്ന ഒരു ഫീൽഡാണ് കോച്ചിങ് ഇൻഡസ്ട്രി ഒക്കെ. പക്ഷേ ട്രഡീഷണൽ കോളേജ് ലെക്ചറിങ് എന്നുള്ളിൽ സാലറി ലീനിയർ ആയിട്ട് ഇൻക്രീസ് ചെയ്യുള്ളൂ. അപ്പൊ എന്ത് ചെയ്യില്ല, നിങ്ങൾ കരുതുന്ന പോലെ പെട്ടെന്നൊരു സാലറിയിലോട്ട് എത്തില്ല. പക്ഷേ നിങ്ങളൊരു അസോസിയേറ്റ് പ്രൊഫസർ ആയാൽ, അതായത് അസിസ്റ്റന്റ് പ്രൊഫസർ അല്ല അസോസിയേറ്റ് പ്രൊഫസർ, നിങ്ങൾ PhD-യോട് കൂടിയാണ് അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് ജോയിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഏകദേശം 12 years ആണ് അസോസിയേറ്റ് പ്രൊഫസർ ആവാൻ എടുക്കുക.
ഇനി അതല്ല PhD ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ എന്റെ കേസിൽ ഞാൻ ഏകദേശം PhD കംപ്ലീറ്റ് ചെയ്ത് ഈ ഒരു 14 ഇയേഴ്സിനുള്ളിൽ 14 വർഷത്തിനുള്ളിൽ ഞാൻ PhD കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, അസോസിയേറ്റ് പ്രൊഫസർ ആവാം. അസോസിയേറ്റ് പ്രൊഫസർ ആയാൽ പെർ മന്ത് ബേസിക് പേ, ഇപ്പൊ ഞാൻ പറഞ്ഞു അസിസ്റ്റന്റ് പ്രൊഫസർക്ക് 57,000 ആണെന്ന് പറഞ്ഞു. അസോസിയേറ്റ് പ്രൊഫസർ ആയാൽ ഏകദേശം 1,31,000 ബേസിക് പേ ആവും. അപ്പം ഏകദേശം അതിന്റെ DA HR എല്ലാ കാര്യങ്ങളും കൂടെ കൂട്ടിയാൽ 1,80,000 അടുത്ത് സാലറി കിട്ടും. അപ്പം അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് അസോസിയേറ്റ് പ്രൊഫസർ ആവണം, അസോസിയേറ്റ് പ്രൊഫസർ എന്ന് പ്രൊഫസർ ആവാം. പ്രൊഫസർ കേരളത്തിലെ കോളേജുകളിൽ സാധാരണ രീതിയിൽ പ്രൊഫസർ വരെ ആകാറുള്ളൂ. കാരണം റിസർച്ച് കാര്യങ്ങളൊക്കെ മോശമായതുകൊണ്ട് പിന്നീട് പ്രൊഫസറിൽ നിന്ന് സീനിയർ പ്രൊഫസർ ആകാറില്ല. ഇപ്പം IITസിലോ NITസിലോ പോയാൽ സീനിയർ പ്രൊഫസേഴ്സിനെ ഒരുപാട് കാണാം. അതിന്റെ മുകളിലോട്ട് പോയി ചെയർ പ്രൊഫസർ, ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊഫസർ അങ്ങനെ ഒരുപാട് വലിയ ഡിനോമിനേഷൻസ് കാണാം. അപ്പൊ ഏറ്റവും വലിയ സീനിയർ പ്രൊഫസർ സാലറി, സീനിയർ പ്രൊഫസറിനൊക്കെ ഏകദേശം 2 lakhനടുത്ത് ബേസിക് പേ കേരളത്തിൽ കിട്ടും. പക്ഷേ ഈ പറയുന്നത് കേരളത്തിൽ കിട്ടുന്നത് ഒരു 56-57 ഏജുള്ള ഒരാൾക്ക് കിട്ടുന്ന സാലറിയാണ്. പക്ഷെ ഒരു IITയിൽ പോയാൽ സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറയുന്നത് തന്നെ ഈ ഒരു 2 lakhനടുത്താണ്. അതായത് 1,31,000 അവർക്ക് ബേസിക് സ്റ്റാർട്ടിംഗ് സാലറി വരും. അതിന് പുറമെ അവരുടെ ഒരുപാട് എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ചേർത്ത് ഏകദേശം 2 lakh സാലറി വരും IITസിലെ സ്റ്റാർട്ടിങ്. അപ്പൊ ഇതാണ് എനിക്ക് ബേസിക് ആയിട്ട് ഇതിന് ബ്രീഫ് ആയിട്ട് പറയാനുള്ളത്. പിന്നെ ആർക്കൊക്കെ ടീച്ചിങ് എടുക്കുക എന്നുള്ളത് ചോദിച്ചാൽ, നിങ്ങൾക്ക് സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതം ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷൻസിൽ ഒന്നാണ് കോളേജ് ടീച്ചിങ്. അത്യാവശ്യം നല്ല ഫണ്ണായിട്ട് നിങ്ങൾക്ക് കുട്ടികളായിട്ട് കളിച്ച് ചിരിച്ച് നടക്കാം, നല്ല എൻജോയ് ചെയ്തെടുക്കാം. നേരത്തെ കോച്ചിങ് ഇൻഡസ്ട്രി പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു ഭയങ്കര ഇതൊന്നും തോന്നില്ല, അത്യാവശ്യം ജോളിയായിട്ട് നടക്കാം. പിന്നെ ഭയങ്കരമായിട്ട് നിങ്ങളുടെ സബ്ജക്റ്റ് ഇമ്പ്രൂവ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. നിങ്ങൾ പഠിച്ച കാര്യം തന്നെയാണ് നിങ്ങൾ വീണ്ടും വീണ്ടും പഠിപ്പിക്കുന്നത്. അപ്പം അങ്ങനത്തെ കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ട്. പിന്നെ അത്യാവശ്യം നല്ലൊരു ഫീൽഡാണ്. പക്ഷെ ഈ പറഞ്ഞ കോൺസ് പറയുമ്പം സാലറി ആണ്. റിലേറ്റീവ്ലി മറ്റ് ഫീൽഡ്സ് കമ്പയർ ചെയ്യുമ്പോൾ സാലറി റിലേറ്റീവ്ലി കുറവാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുട്ടികളെ നേരായ മാർഗത്തിലോട്ട് നയിക്കാൻ ആഗ്രഹമുള്ളവര്, അതായത് ജസ്റ്റ് ഒരു ജോലി ചെയ്യുന്നതിലുപരി വിദ്യാർത്ഥികളെ അവരുടെ ഒരു ഡ്രീമിലോട്ട് അല്ലെങ്കിൽ അവർക്ക് ഒരു റെസ്പെക്റ്റബിൾ പൊസിഷനിലോട്ട് എത്തിക്കാൻ ആഗ്രഹമുള്ള അങ്ങനെ ഒരു മനസ്സിലൊരു ആഗ്രഹമുള്ള ആൾക്കാരും ആണ് ഈ ഒരു ഫീൽഡ് തിരഞ്ഞെടുക്കേണ്ടത്. കാരണം അങ്ങനെയാണെങ്കിൽ ഈ ഒരു സൊസൈറ്റിക്ക് അതുകൊണ്ട് ഉപകാരമുള്ളൂ. ഇപ്പം ആരെങ്കിലും ടീച്ചറായിട്ട് കാര്യമില്ല, ആ കുട്ടിക്ക് എന്തുണ്ടാവണം, ആ ടീച്ചറെ കൊണ്ട് ഉപകാരം ഉണ്ടാവണം. അതെങ്ങനെയാണ്? ആ കുട്ടിക്ക് ആവശ്യമുള്ള എലമെന്റ്സ് നമുക്ക് നൽകാൻ കഴിയണം. ആ കുട്ടിക്ക് ആവശ്യമുള്ള ഗൈഡൻസും ആ കുട്ടിക്ക് ആവശ്യമുള്ള എല്ലാ സക്സസിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നൽകാൻ കഴിയണം. അപ്പം അത്രയൊക്കെയാണ് ഒരു ടീച്ചറുടെ റോൾ എന്ന് പറയുന്നത്. അപ്പം ഒരു നല്ല മെന്റർ ആവുക, നല്ലൊരു ഫ്രണ്ട് ആവുക, നല്ലൊരു ടീച്ചർ ആവുക, അതാണ് ഒരു കോളേജ് ടീച്ചറുടെ ബേസിക് റെസ്പോൺസിബിലിറ്റി. അപ്പം അത്രയൊക്കെയാണ് എനിക്ക് ബ്രീഫായിട്ട് പറയാനുള്ളത്. പിന്നെ എനിക്ക് ഈ ഒരു ഞാനൊരു കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായ ശേഷം ഞാൻ ചെയ്യുന്ന ആദ്യത്തെ സെഷനാണ്. ഇതിനു മുമ്പ് ഒരുപാട് കരിയർ ഗൈഡൻസ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു പൊസിഷനിലോട്ട് കയറിയ ശേഷം ഞാൻ എടുക്കുന്ന ആദ്യത്തെ സെഷനാണിത്. അപ്പം ഇതിലോട്ട് ഇൻവൈറ്റ് ചെയ്ത റെയിമിന് ഒരുപാട് നന്ദി. അപ്പം എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ്സിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക്സ് ലോട്ട് സ്നാൽക്ക. ഒരു ക്വസ്റ്റ്യൻ ആക്ച്വലി ഓൾറെഡി ചാറ്റിൽ വന്നിട്ടുണ്ട്. നമ്മൾ ടീച്ചിങ്ങിന് നോക്കുമ്പോൾ PG, പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് നോർമൽ കോളേജ് പഠിക്കുന്നതിന്റെ ഡിഫറൻസ് എന്താണ്? ഓക്കെ, ഇപ്പൊ ടീച്ചിങ് പലതരം ടീച്ചിങ് ഉണ്ട്. യൂണിവേഴ്സിറ്റി ലെക്ചറിങ്, അതായത് കോളേജ് ടീച്ചിങ്ങും അതുപോലെ ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ അങ്ങനെ ടീച്ചിങ്ങും ഉണ്ട്. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ കോളേജ് ടീച്ചിങ്ങിലോട്ട് തിരിയുകയാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലോ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലോ പഠിക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം എന്താണ് ക്വാളിറ്റി ടീച്ചിങ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതായത് നമ്മൾ ഇതുവരെ കണ്ടുപഠിച്ച ടീച്ചിങ് അല്ല യഥാർത്ഥ കോളേജ് ടീച്ചിങ്. അതായത് എന്തൊക്കെയാണ് കോളേജ് ടീച്ചിങ്ങിനുള്ള മെത്തേഡ്സ് എന്നുള്ളത് നമുക്ക് പുറത്തു നിന്ന് കാണാൻ കഴിയും. അതിപ്പോഴും കേരളത്തിലോട്ട് എത്തിയിട്ടില്ല. പക്ഷെ നിങ്ങൾ നോക്കുന്ന ടീച്ചിങ് എന്നുള്ളത് ഹയർ സെക്കൻഡറിയോ ഹൈസ്കൂളോ മറ്റോ ആണെന്നുണ്ടെങ്കിൽ ഞാൻ വല്ലാണ്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റീസോ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സോ റെക്കമെൻഡ് ചെയ്യണം എന്നില്ല. കാരണം കേരളത്തിൽ പഠിച്ചാലും അതിനുള്ള ആവശ്യമായിട്ടുള്ള എലമെന്റ്സ് കിട്ടും. പക്ഷെ നിങ്ങളൊരു കോളേജ് ടീച്ചിങ്ങിന്, ബേസിക്കലി കോളേജ് ടീച്ചിങ്ങിനാണ് ഏറ്റവും കുറവ് വർഷം പഠിക്കേണ്ടത്. ഇപ്പം ബേസിക് എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ PGയും നെറ്റും ആണ്. ഇപ്പം PG കംപ്ലീറ്റ് ചെയ്താൽ മതി. പക്ഷെ ഒരു ഹയർ സെക്കൻഡറി ടീച്ചർ ആവണമെന്നുണ്ടെങ്കിൽ PGയും BEdും സെറ്റും വേണം, അല്ലെങ്കിൽ സെറ്റ് ഓർ നെറ്റ് വേണം. ഓക്കെ, ഇപ്പം ഏകദേശം 2 വർഷം എക്സ്ട്രാ പഠിക്കണം. ഇപ്പം ഹൈസ്കൂൾ ആണെന്നുണ്ടെങ്കിൽ ഏതിനാണെന്നുണ്ടെങ്കിലും എലിജിബിലിറ്റി കൂടുതലാണ്.
കോളേജ് ടീച്ചർ ആവാന് ശരിക്കും ജസ്റ്റ് PG മാത്രം മതി നെറ്റ് ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ. നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ PG പഠിക്കുമ്പോൾ തന്നെയാണ്, അല്ലെങ്കിൽ PG ജസ്റ്റ് പാസ് ഔട്ട് ആയ സമയത്ത്. അതിനുശേഷം നിങ്ങൾ എത്ര ട്രൈ ചെയ്താലും അത് കുറച്ച് എന്താവും, ബുദ്ധിമുട്ടാവും. കാരണം നമ്മൾ പഠിച്ചിറങ്ങുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കൺസെപ്റ്റ്സും കുറെ കൂടെ അറിയുന്നുണ്ടാവും. പക്ഷെ പഠിച്ചിറങ്ങി ഒരുപാട് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ശ്രമിച്ചാലും അതിലോട്ട് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം നിങ്ങൾക്ക് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പോകുമ്പോൾ കുറച്ച് കോമ്പറ്റീറ്റീവ്നെസ് ഉണ്ടാകും. അതായത് ഇപ്പം പ്രീമിയർ അറിയുന്നുണ്ടാവും, ക്ലാസ്സിൽ അത്യാവശ്യം നല്ല കോമ്പറ്റീറ്റീവ് ആണ്. നമ്മൾ കേരളത്തിലെ കോഴ്സ് കഴിഞ്ഞ് വരുന്നവരല്ല, ബംഗാളിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും ഇവിടെ ഡൽഹിയിൽ നിന്നൊക്കെ വരുന്നവർ അധികം ഹോണേഴ്സ് കഴിഞ്ഞിട്ടാണ്. ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ ഹോണേഴ്സ് വന്നിട്ടുണ്ട്. ഇപ്പൊ മുമ്പ് സംസാരിച്ച 3 ആൾക്കാരിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഹോണേഴ്സ് കോഴ്സിനെ കുറിച്ച് കുറച്ചും കൂടി അറിയുന്ന ആളാണ് ഞാൻ. കാരണം ഞാൻ ഹോണേഴ്സ് കോഴ്സ് പഠിപ്പിക്കുന്ന ഒരാളാണ്. അപ്പം ഹോണേഴ്സ് കോഴ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, മുമ്പ് ആനന്ദേട്ടൻ പറഞ്ഞു, മുമ്പ് കേരളത്തിൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ 4 സെമസ്റ്ററിൽ വെറും 4 പേപ്പർ മാത്തമാറ്റിക്സ് ആണ് നമ്മൾ പഠിച്ചിരുന്നത്. പക്ഷെ പുതുക്കിയ സിലബസിൽ ഫസ്റ്റത്തെ 4 സെമസ്റ്ററിൽ 7 പേപ്പർ മാത്സ് പഠിക്കുന്നുണ്ട്. 7 പേപ്പർ, അതായത് ഫസ്റ്റ് 2 സെമസ്റ്ററിൽ ഓരോ പേപ്പറും, തേർഡ് സെമസ്റ്ററിൽ 2 പേപ്പറും, ഫോർത്ത് സെമസ്റ്ററിൽ 3 പേപ്പറും, അങ്ങനെ ഇൻ ടോട്ടൽ 7 പേപ്പർ മാത്സ് പഠിക്കുന്നുണ്ട്. അപ്പം ബെറ്റർ ആയിട്ടുണ്ട്. ഇനി അത് കൂടുതൽ ബെറ്റർ ആക്കേണ്ടതാണ്. പക്ഷെ കേരളത്തിലെ കുറച്ച് ടീച്ചേഴ്സിന്റെ കുറച്ച് ബുദ്ധിമുട്ട് വരും. അതായത് എല്ലാം കൂടെ മാത്സ് ആക്കിയാൽ കുറെ ഇംഗ്ലീഷിന്റെയും ലാംഗ്വേജിന്റെയും ടീച്ചേഴ്സിന്റെ ജോലി പോകുന്നുള്ളതുകൊണ്ടാണ് ഇപ്പോഴും അത് അങ്ങനെ നിൽക്കുന്നത്. ശരിക്കും ആൾക്കാർക്ക് അറിയാഞ്ഞിട്ടല്ല, BSc മാത്സിന് മാത്സ് മതി, ലാംഗ്വേജ് ആവശ്യമില്ല എന്ന് മാത്സ് കരിക്കുലം തയ്യാറാക്കുന്നവർക്ക് അറിയാഞ്ഞിട്ടല്ല. പക്ഷെ അത് അങ്ങനെ നിർത്തിയേ കേരളത്തിലെ സാഹചര്യത്തിൽ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് പേരുടെ, ആയിരക്കണക്കിന് ആൾക്കാരുടെ ജോലി പോകുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് അതെപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ സ്റ്റിൽ നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് ഇയർ ഉള്ള ഒരാൾക്ക് മാത്സ് വല്ലാണ്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇന്ന് NPTEL ഉണ്ട്, അതുപോലെ കോഴ്സറ ഉണ്ട്, യുഡെമി ഉണ്ട്, ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇപ്പം NPTEL ഒക്കെ ഒരുപാട് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ IIT സ്റ്റാൻഡേർഡ്, IIT ലെവൽ കോഴ്സസ് ആണ് NPTEL ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ലിറ്ററലി IIT കോഴ്സസ് തന്നെ പറയാം. കാരണം മിക്ക കോഴ്സസും IIT ക്ലാസ്സസ് റെക്കോർഡ് ചെയ്തതാണ്. അപ്പം നിങ്ങൾക്ക് ഡിഗ്രി ഫസ്റ്റ് ഇയർ എന്ന് തന്നെ IIT കോഴ്സസ് വേണമെങ്കിൽ കേൾക്കാവുന്നതാണ്. അപ്പം ഇപ്പൊ കേരളത്തിലെ സ്റ്റുഡൻസിന് ആ ഒരു ഡിവൈഡ് ഉണ്ടല്ലോ, അതായത് പണ്ടുണ്ടായിരുന്ന ആ ഒരു കോഴ്സ് ഡിവൈഡ് എന്ന് വേണമെങ്കിൽ പറയാം, അതിപ്പോ ഏകദേശം വല്ലാണ്ട് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന് പുറമെ പെൻസിൽ പോലെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് കേരളത്തിൽ ഉയർന്നു വരുന്നുണ്ട് മാത്സ് പഠിപ്പിക്കാനും കാര്യങ്ങൾക്കുമായിട്ട്. അപ്പൊ അതും വളരെ മികച്ച ഒരു കാര്യമാണ്. കാരണം മുമ്പ് കേരളത്തില് 1 or 2 പ്ലാറ്റ്ഫോംസ് മാത്രമേ ഉള്ളായിരുന്നു. അതും പ്രത്യേകിച്ച് പഠിപ്പിക്കുന്ന ആൾക്കാർ ഈ ഒരു മേഖലയിൽ എത്തിയ ആൾക്കാരും അല്ലായിരുന്നു. പക്ഷെ ഇന്ന് IITians പഠിപ്പിക്കുന്ന ഒരു പ്ലാറ്റ്ഫോംസ് തന്നെ നിങ്ങൾക്ക് ഉണ്ടാവുന്നത് എപ്പോഴും എന്താണ്, ഒരു നല്ലൊരു സംഭവമാണ്. അപ്പം അങ്ങനെ ഒരുപാട് ബെറ്റർ കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പം അതൊക്കെ യൂസ് ചെയ്താൽ എപ്പോഴും നല്ല രീതിയിലോട്ട് പോകാൻ പറ്റും. ഓക്കെ, വേറെന്തെങ്കിലും? ഒരു ക്വസ്റ്റനും കൂടെ ഉണ്ടായിരുന്നു. ഇത് നിങ്ങൾക്ക് അറിയോന്ന് എനിക്ക് ഉറപ്പില്ല. പാർട്ട് ടൈം PhD പറ്റി പറയുമോ? നേരിട്ട് പാർട്ട് ടൈം ചെയ്യാൻ പറ്റുമോ, അതോ ഫുൾ ടൈം എന്തെങ്കിലും കാരണം കൊണ്ട് മാറാൻ മാത്രമേ പറ്റുള്ളൂ? പാർട്ട് ടൈം PhD ബേസിക്കലി PhD 3 ടൈപ്പാണ്. ഫുൾ ടൈം PhD, പാർട്ട് ടൈം PhD, എനി ടൈം PhD. ഓക്കെ, ഫുൾ ടൈം PhD സാധാരണ രീതിയിൽ ഫുൾ ടൈം PhD എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം ഒരു IITസോ NITസോ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഓൾറെഡി CSIRO UGCയോ JRF ഇൻസ്പയറോ യൂസ് ചെയ്തിട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫെലോഷിപ്പ് ഉണ്ടാവും. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫെലോഷിപ്പ് NITs ഒക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫെലോഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഗേറ്റ് യൂസ് ചെയ്തിട്ട്. അപ്പം അല്ലാന്നുണ്ടെങ്കിൽ അപ്പം അങ്ങനെ എൻ്റർ ചെയ്യുന്നവർ സാധാരണ രീതിയിൽ ഫുൾ ടൈമിലാണ് എൻ്റർ ചെയ്യുക. അപ്പൊ ഫുൾ ടൈമിൽ എൻ്റർ ചെയ്യുന്നവർക്ക് മാത്രമേ എന്ത് കിട്ടുള്ളൂ, ഫെലോഷിപ്പ് കിട്ടുള്ളൂ. ഫെലോഷിപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഫുൾ ടൈം ചെയ്യുന്നവരായിരിക്കണം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് എന്ത് കിട്ടില്ല, ഫെലോഷിപ്പ് കിട്ടില്ല. ഫസ്റ്റത്തെ കണ്ടീഷൻ. രണ്ടാമത്, പാർട്ട് ടൈം എന്നുള്ളൊരു കാര്യം, നിങ്ങൾ ഡയറക്റ്റ് പാർട്ട് ടൈമിലോട്ട് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ സാധാരണ രീതിയിൽ മിക്ക യൂണിവേഴ്സിറ്റീസും ടീച്ചേഴ്സിന് മാത്രമേ നൽകുന്നുള്ളൂ. അതായത് യൂണിവേഴ്സിറ്റികളിലോ കോളേജുകളിലോ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന്. ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് PhDക്ക് രജിസ്റ്റർ ചെയ്യാം. അതായത് എനി ടൈം രജിസ്ട്രേഷൻ എന്ന് ആക്ച്വലി പറയാം. ഡയറക്റ്റ് PhD പാർട്ട് ടൈം ആയി ചെയ്യുന്നത് എനി ടൈം രജിസ്ട്രേഷൻ എന്നാ പറയാം. അപ്പം എനിക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു റിസർച്ച് സെന്ററിൽ, അപ്പം ഒരു യൂണിവേഴ്സിറ്റി ആവണമെന്നില്ല, ഇപ്പൊ ഏതെങ്കിലും, ഇപ്പം ഉദാഹരണത്തിന് ഞാൻ പഠിപ്പിക്കുന്ന കോളേജ് ന്യൂമാൻ കോളേജിൽ റിസർച്ച് സെന്റർ ആകുകയാണെങ്കിൽ, അടുത്ത വർഷം റിസർച്ച് സെന്റർ ആകുകയാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ അവിടെ PhDക്ക് എൻറോൾ ചെയ്യാം. പക്ഷെ എനിക്ക് എന്ത് വേണ്ട, ഡെയിലി അതിന്റെ റിസർച്ച് വർക്കിലോട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ ടീച്ചർ ആയതുകൊണ്ട് എനിക്ക് അതിന്റെ ഒരു പ്രൊവിഷൻ തരികയാണ് എനിക്ക് PhD തരാൻ.
അല്ലാത്ത പക്ഷം നിങ്ങളൊരു സ്റ്റുഡന്റ് മാത്രമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫുൾ ടൈം PhDക്കാണ് രജിസ്റ്റർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഗൈഡ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം, അതായത് എല്ലായ്പ്പോഴും നിങ്ങൾക്ക് പാർട്ട് ടൈമൊക്കെ കൺവേർട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല, നിങ്ങളെ ഗൈഡ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പാർട്ട് ടൈമിലോട്ട് കൺവേർട്ട് ചെയ്യാം. പല ഗൈഡുമാരും, അപ്പം നിലവിൽ NITസിലും IITസിലുള്ള പല ഗൈഡുമാരും കോഴ്സ് വർക്ക്, കോംബ്രി, ഇനഫ് പേപ്പേഴ്സ്, അതായത് ഇനഫ് പേപ്പേഴ്സ് മീൻസ് യൂണിവേഴ്സിറ്റിയുടെ പേപ്പേഴ്സിന്റെ കൗണ്ട് ഉണ്ടാവും. ഇപ്പം NITs 3 പേപ്പേഴ്സ് 4 പേപ്പേഴ്സ് എന്നൊക്കെ കൗണ്ട് ഉണ്ട്. അതായത് Q1 Q2, അതായത് ജേർണൽസിനെ റാങ്ക് ചെയ്തിട്ടുണ്ട്. Q1 Q2 Q3 Q4 ആണ്. അപ്പൊ ടോപ്പ് ജേർണൽസ് Q1 എന്ന് പറയും, സെക്കൻഡ് ടോപ്പ് Q2 എന്ന് പറയും. അപ്പൊ Q1ലും Q2ലും കൂടെ ആയിട്ട് 4 പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ പാർട്ട് ടൈമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയാറുണ്ട്. അപ്പം അങ്ങനെ ഓരോ യൂണിവേഴ്സിറ്റിക്കും ഓരോ ഗൈഡിനും അവരുടേതായ റൂൾസ് ഉണ്ടാവും. ഇപ്പം ഫുൾ ടൈം എന്ന് പാർട്ട് ടൈം ഒക്കെ ആക്കുന്നതിന്. അപ്പൊ നിങ്ങൾ ഗൈഡ് ചൂസ് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യണം, സൂക്ഷിച്ച് എടുക്കണം. പിന്നെ PhDയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഏറ്റവും വൈറ്റൽ ആയിട്ടുള്ള പാർട്ടാണ് ഗൈഡ്. ഗൈഡ് നിങ്ങളെ തൂക്കിക്കൊല്ലുന്നല്ല, പക്ഷെ നിങ്ങൾക്ക് ഒരു സേഫ് സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗൈഡിനെ ചൂസ് ചെയ്യാം. പല ഗൈഡുമാരും അവരുടെ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് പലതും ചെയ്യും. അപ്പം നിങ്ങൾ PhDക്ക് എൻറോൾ ചെയ്യാൻ നിൽക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു ഗൈഡിന്റെ കീഴിൽ ചെയ്ത ആൾക്കാരോട്, മുമ്പ് ചെയ്ത ആൾക്കാരോട് അന്വേഷിച്ചിട്ട് മാത്രം PhDക്ക് ജോയിൻ ചെയ്യുക. കാരണം ഞാൻ IITയിലാണെങ്കിലും NITസിലാണെങ്കിലും കേരളത്തിലെ യൂണിവേഴ്സിറ്റീസിലാണെങ്കിലും ഒക്കെ ഗൈഡുമാരെ പറ്റാത്തത് കൊണ്ട് മാത്രം നിർത്തിപ്പോയ ഒരുപാട് PhD സ്കോളേഴ്സിനെ കണ്ടിട്ടുണ്ട്. അവർക്ക് സബ്ജക്റ്റ് പറ്റാഞ്ഞിട്ടോ അല്ലെങ്കിൽ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഇല്ലാഞ്ഞിട്ടോ ഒന്നുമല്ല, ആ ഗൈഡുമാരുടെ സ്വഭാവം കാരണം നിർത്തിപ്പോയ ഒരുപാട് ആൾക്കാർ IIT മദ്രാസ് നിന്ന് കണ്ടിട്ടുണ്ട്, NITസിൽ കണ്ടിട്ടുണ്ട്, ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പം ഗൈഡ് ചൂസ് ചെയ്യുമ്പോൾ നല്ലോണം ആലോചിച്ച് അന്വേഷിച്ചിട്ട് ചെയ്യാം. പിന്നെ ഈ ഒരു പാർട്ട് ടൈം ഡയറക്റ്റ് ചെയ്യുന്നത് ഞാൻ കൂടുതലായിട്ട് കേട്ടിട്ടില്ല. കൂടുതലും കണ്ടിട്ടുള്ളത് ഈ ഫുൾ ടൈം ചെയ്ത് ഒരു 2 ഇയേഴ്സ് എന്ന് പറയാം, 1 ഇയർ കോഴ്സ് വർക്ക്, സെക്കൻഡ് ഇയർ ഏകദേശം ഈ ഒരു പേപ്പേഴ്സ് ഉണ്ടാക്കാനുള്ള ഒരു വർഷം കഴിഞ്ഞിട്ട് പാർട്ട് ടൈം ആക്കുന്നതാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. അറ്റ്ലീസ്റ്റ് കോഴ്സ് വർക്കെങ്കിലും ചെയ്തിട്ട്. അതും മിക്ക ആൾക്കാരും എവിടെയെങ്കിലും ജോലി കിട്ടിയിട്ട് നിർത്താറുള്ളൂ. കാരണം മിക്ക ആൾക്കാർക്കും സ്റ്റൈപ്പൻഡ് ഉണ്ടാകും. സ്റ്റൈപ്പൻഡ് ഇല്ലാത്തവരെ വെറുതെ നിർത്തേണ്ട ആവശ്യം വരുന്നുള്ളല്ലോ. അപ്പം കൂടുതൽ അങ്ങനെ ചെയ്യാറുള്ളൂ. സ്റ്റൈപ്പൻഡ് ഇല്ലാതെ PhD ചെയ്യുന്നത് വളരെ ഒരു തെറ്റായ ഒരു തീരുമാനമാകും. കാരണം സ്റ്റൈപ്പൻഡ് ഉദാഹരണത്തിന് നിങ്ങൾ PG കഴിഞ്ഞു, നിങ്ങൾക്ക് എവിടെയെങ്കിലും സ്റ്റൈപ്പൻഡ് ഇല്ലാതെ PhDക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കൂടിയും ജോയിൻ ചെയ്യാതിരിക്കുക. നിങ്ങൾ ഒരു വർഷം തറോ ആയിട്ട് പ്രിപ്പയർ ചെയ്താൽ നെറ്റ് ക്വാളിഫൈ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നെറ്റിലേറെ ഈസിയർ വേ എന്ന് പറഞ്ഞാൽ ഗേറ്റ് ആണ്. ആക്ച്വലി ഗേറ്റ് ക്വാളിഫൈ ചെയ്താൽ നമുക്ക് സുഖമായിട്ട് കാലിക്കറ്റ് NITയിലൊക്കെ അഡ്മിഷൻ നേടാവുന്നതാണ്. ഗേറ്റിൽ നല്ലൊരു റാങ്ക്, ഒരു ടോപ്പ് 200 ടോപ്പ് 300 എത്തിയാൽ നമുക്ക് എന്ത് ചെയ്യാം, സുഖമായിട്ട് NITസിലോട്ട് ജോയിൻ ചെയ്യാം. അപ്പം നോൺ നെറ്റ് ഫെലോഷിപ്പ് ഉണ്ട്, 7,000 8,000 എന്തോ ആണ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലൊക്കെ. ആ ഒരു 7,000 8,000 വെച്ച് നമ്മുടെ ചെലവുകൾ പോലും കഴിയില്ല. അപ്പം ഗോ ഫോർ ദ ബെസ്റ്റ്, ഗോ ഫോർ PMRF എന്ന് ഞാൻ പറയുള്ളൂ. PMRFന് വേണ്ടി ട്രൈ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് മിനിമം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഫെലോഷിപ്പ് എങ്കിലും കിട്ടും. ഓക്കെ, അതാണ് ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്? വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. താങ്ക്സ് അലോട്ട്. അതിലോട്ട് ആഡ് ചെയ്യാൻ ബൈ ദ വേ, ഗേറ്റ് ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞാല് ലൈക്ക് തീരെ ഡിഫിക്കൽട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. കാരണം ഒരുപാട് പേര് എൻ്റെ അറിവില് BSc തേർഡ് ഇയറിന്റെ കൂടെ ഗേറ്റ് ക്ലിയർ ചെയ്ത ആൾക്കാരുണ്ട്. ഒരുപാട് പേര് MSc തുടങ്ങിയിട്ട് പോലും ഇല്ല, അതിന് മുമ്പ് BSc തന്നെ ചെയ്തിട്ടുണ്ട്. ലൈക്ക് ക്ലിയർ ചെയ്യുക എന്നുള്ള ലെവലിലാണെങ്കിൽ ലൈക്ക് നല്ല റാങ്ക് എന്നുള്ളതിന് ഓഫ് കോഴ്സ് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. സ്റ്റിൽ റഹീം ഒരു എക്സാമ്പിൾ ആണ്. അതെ. ഓക്കെ, അപ്പം ഗേറ്റില് ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ പോലും, നിങ്ങൾക്ക് ഉദാഹരണത്തിന് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, അവന് NITയില് അവന് ഗേറ്റിലെ റാങ്ക് കുറച്ച് കുറവായിരുന്നു. ജസ്റ്റ് ക്വാളിഫൈ ചെയ്തു എന്ന് പറയാം, ജനറൽ കട്ട് ഓഫ് ജസ്റ്റ് ക്വാളിഫൈ ചെയ്തു. പക്ഷെ അവന് NITയിൽ ഇന്റർവ്യൂക്ക് പോയി. പോയപ്പോൾ അവന്റെ ഇന്റർവ്യൂ പെർഫോമൻസ് അവർക്ക് ഇഷ്ടമായി. അവന് HCUന്ന് PG കഴിഞ്ഞതായിരുന്നു. അപ്പൊ അവൻ എന്ത് ചെയ്തു, അവന്റെ ഇന്റർവ്യൂവിൽ അവന്റെ പെർഫോമൻസ് അവർക്ക് ഇഷ്ടമായത് കൊണ്ടും ഇവൻ ഗേറ്റ് ക്വാളിഫൈ ചെയ്തത് കൊണ്ടും അവൻ എന്ത് ചെയ്യുണ്ടായി, അവർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫെലോഷിപ്പിൽ അവരെടുത്തു. സാധാരണ രീതിയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫെലോഷിപ്പിൽ എടുക്കുക ഗേറ്റിൽ ടോപ്പ് റാങ്കുള്ള ആൾക്കാരെയാണ്. പക്ഷെ നിങ്ങൾ ഇന്റർവ്യൂവിൽ നല്ല പെർഫോം ചെയ്താൽ, മേ ബി നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഗേറ്റ് ക്വാളിഫൈ ചെയ്തതാണെങ്കിൽ കൂടിയും എന്ത് ചെയ്യാം, ഇൻസ്റ്റിറ്റ്യൂട്ട് ഫെലോഷിപ്പ് കിട്ടിയേക്കാം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ സെയിം എമൗണ്ട്, ഈ പറഞ്ഞ 37,000 പ്ലസ് HRA ഏകദേശം 43,000 കിട്ടും. അപ്പം ഗേറ്റ് ഇസ് എ ബെസ്റ്റ് ഓപ്ഷൻ. ആക്ച്വലി നെറ്റ് ക്വാളിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഇന്ന്
വളരെ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 3 years മുമ്പ് ഞാൻ ഡിഗ്രി പഠിച്ച സമയത്ത് ഞാൻ നെറ്റിന്റെ ക്വസ്റ്റ്യൻസ് പേപ്പേഴ്സ് കാണാൻ തുടങ്ങുന്നത് ജാം പ്രിപ്പയർ ചെയ്ത സമയത്താണ്. ജാം പ്രിപ്പയർ ചെയ്ത സമയത്തിന് ഞാൻ നെറ്റിന്റെ പേപ്പേഴ്സ് നോക്കാറുണ്ടായിരുന്നു. കാരണം ക്വസ്റ്റ്യൻസിന്റെ ഒരു ചില സിമിലർ പാറ്റേൺസ് ചില ക്വസ്റ്റ്യൻസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ നെറ്റിൽ ചില ക്വസ്റ്റ്യൻസ് കണ്ടിരുന്നു. അപ്പം അന്നൊക്കെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഇത് ചെയ്യാലോ എന്ന് തോന്നും. PG ഫസ്റ്റ് ഇയർ എത്തിയപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ കുറച്ചുകൂടെ ടഫായി. PG സെക്കൻഡ് ഇയർ എത്തിയപ്പോൾ കുറച്ചുകൂടെ ടഫായി. ഈ പ്രാവശ്യം നടന്ന നെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാമല്ലേ എന്ന് തോന്നിപ്പോവും. പല ക്വസ്റ്റ്യൻസും പല രീതിയിൽ ഇപ്പം അസേഷൻ ടൈപ്സ് ഒക്കെ ഒരുപാട് വന്ന് ട്വിസ്റ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം പെട്ടെന്ന് ഇത് എടുക്കുക. നെറ്റ് കുറച്ചുകൂടെ ഒരു ടഫ് ട്രാക്കാണ്. അതിലേറെ എത്രയോ സ്മൂത്ത് ട്രാക്കാണ് ഗേറ്റ് എന്നുള്ളത്. പിന്നെ നിങ്ങൾക്ക് NBHM പ്രിപ്പയർ ചെയ്യാം. NBHM ആക്ച്വലി ടഫ് തന്നെയാണ്. പക്ഷെ അതിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ടൈം നിങ്ങൾക്ക് ക്വാളിറ്റി ടൈമാണ്. കാരണം ആ ഒരു സമയം നിങ്ങൾക്ക് മറ്റ് എക്സാംസിൽ യൂസ്ഫുൾ ആവും. കാരണം NBHM എക്സാംസിലെ ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ മാത്സിലെ പക്കാ കൺസെപ്റ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് നല്ലോണം വരും. അപ്പൊ അത് നിങ്ങൾക്ക് പിന്നീട് യൂസ്ഫുൾ ആവും. അതാണ് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്. ഗേറ്റ് നോക്കുക. ഗേറ്റിന്റെ കേസിൽ എന്റെ കാര്യം കൺസിഡർ ചെയ്യേണ്ട. ലൈക്ക് എന്റെ ബാക്ക്ഗ്രൗണ്ട് അറിയുന്ന പലരും മീറ്റിംഗിലുണ്ട്, അറിയാത്തവരുണ്ട്. ഞാൻ ഓൾറെഡി UG ചെയ്തത് IIT ബോംബെ എന്നാണ്. അതുകൊണ്ട് എനിക്ക് ഗേറ്റ് റാങ്ക് കിട്ടിയതിൽ അത്ഭുതമൊന്നുമില്ല. കേരളത്തിൽ തന്നെ ഡിഗ്രി ചെയ്ത ഒരുപാട് ആൾക്കാർ ഗേറ്റ് ക്വാളിഫൈ ചെയ്യാറുണ്ട്. ഗേറ്റ് ക്വാളിഫൈ ചെയ്ത് എന്റെ ഫ്രണ്ട്സിലൊക്കെ ഒരുപാട് ആൾക്കാർ ഗേറ്റ് 3rd ഇയർ ആകുമ്പോൾ തന്നെ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. എന്റെ കൂടെ IIT PG ചെയ്ത മിക്ക ആൾക്കാരും ഗേറ്റ് 3rd ഇയറിൽ ക്വാളിഫൈ ചെയ്ത ആൾക്കാരാണ്. കാരണം ജാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഗേറ്റ് എഴുതിയാൽ ജാം ക്വാളിഫൈ ചെയ്തില്ലെങ്കിലും വേണമെങ്കിൽ എന്ത് ചെയ്യും, ഗേറ്റ് ക്വാളിഫൈ ചെയ്യും. അതാണ് അതിന്റെ ഒരു രീതി. ഇത്തവണ ആക്ച്വലി കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു. ഇത്തവണ ഗേറ്റിന്റെ ലെവൽ കുറച്ചും കൂടെ MSc സെൻട്രിക് ആയിരുന്നു. ബട്ട് യൂഷ്വൽ ഇയേഴ്സിൽ പല ഇയേഴ്സിലും BSc കുട്ടികൾക്ക് ഒരുപാട് ക്വാളിഫൈ ചെയ്യാൻ പറ്റാറുണ്ട്. ഇപ്പൊ എന്റെ കൂടെ കെമിസ്ട്രിയിൽ ഒരുപാട് സ്റ്റുഡൻസ് ഇവിടെ IIT മദ്രാസിൽ പഠിക്കുന്നവരുണ്ട്. IIT ജോയിൻ ചെയ്യുന്നതിന് മുമ്പ്, MSc ജോയിൻ ചെയ്യുന്നതിന് മുമ്പേ അവർ ഗേറ്റും ക്വാളിഫൈ ചെയ്ത് വന്നതാണ്. സോ നമ്മുടെ ടൈം അത്യാവശ്യം എക്സീഡ് ചെയ്ത് പോയിട്ടുണ്ട്. സോ സിനാൻക, താങ്ക്സ് എ ലോട്ട് ഫോർ ദിസ് ടോക്ക്. അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ ഒരുപാട് ടൈപ്പുകളും അതിന്റെ ക്രൈറ്റീരിയാസും കാര്യങ്ങളൊക്കെ ഈ ഒരു മീറ്റിംഗിൽ അറിയുന്നവർ ഉണ്ടാവും എനിക്ക് തോന്നുന്നേയില്ല. എനിക്കും അതിന്റെ ഒരു ഐഡിയ ഇല്ലായിരുന്നു. സോ ഇറ്റ് വാസ് എ വെരി ഇൻഫോർമേറ്റീവ് സെഷൻ. താങ്ക്സ് എ ലോട്ട്. അപ്പോൾ ഈ ഒരു സെഷനോട് അവസാനിക്കുന്നു. ഇനി എനിക്ക് അറ്റൻഡ് ചെയ്യുന്നവരോട് പറയാനുള്ളത്, നാളത്തെ ടോക്ക് ലൈക്ക് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. നാളത്തെ ടോക്ക് എന്ന് പറയുന്നത് ആക്ച്വലി നിങ്ങൾക്ക് ഇന്ന് നമ്മൾ റിസർച്ച് ടീച്ചിങ് ഓറിയന്റഡ് ആയിട്ടാണ് പറഞ്ഞത്. ഇപ്പൊ BSc ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് നമ്മുടെ അബ്സ്ട്രാക്ട് മാത്സിൽ, പ്യുവർ മാത്സിൽ വലിയ ഇൻട്രസ്റ്റ് ഇല്ല. എന്നാൽ അപ്ലൈഡ് ഫീൽഡിലോട്ട് പോകണം, ഒരു ഇൻഡസ്ട്രി ജോബ് എടുക്കുക എന്നതാണ് ടാർഗറ്റ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ കോഴ്സുകൾ, ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാം, അവിടുത്തെ പ്ലേസ്മെന്റിന്റെ അവസ്ഥ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ബേസിക്കലി കുറച്ചും കൂടെ CS അല്ലെങ്കിൽ അപ്ലൈഡ് മാത്സ് റേഞ്ചിലോട്ട് പോവുകയാണെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അടുത്ത സെഷനിൽ ഇത്രയും ലെങ്തി ആയിരിക്കില്ല, ഒരുപാട് സ്പീക്കേഴ്സ് ഒന്നുമില്ല. ബട്ട് മേ ബി നിങ്ങളിൽ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയി അല്ലെങ്കിൽ കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ടോപ്പിക് ആയിരിക്കും. സോ നാളെ ഇതേ സമയം രാത്രി 8:15 തന്നെയായിരിക്കും മീറ്റിംഗ് ഉണ്ടാവുക. സോ എല്ലാവരും ആ ഒരു സെഷനിൽ ജോയിൻ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അവസാനം വരെ കേട്ട് നിന്ന എല്ലാവർക്കും 2 മണിക്കൂറൊക്കെ കേട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. സോ ഇത്രയും ക്ഷമയോടെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഈ ഒരു സെഷനോട് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലാന്നെങ്കിൽ നമുക്ക് നാളെ. താങ്ക് യു ആനന്ദ് റാം.